സന്ദീപെ, വെൽക്കം ടു നമ്മുടെ കാർത്തിക് സൂര്യ അൺലീഷ്ഡ് പോഡ്കാസ്റ്റ്. താങ്ക് യു അളിയ, താങ്ക് യു. ആദ്യത്തെ പോഡ്കാസ്റ്റിംഗ് എക്സ്പീരിയൻസ് അല്ലേ? അതെ. അത് എൻ്റെ കൂടെ തന്നെ ആയാല് വളരെയധികം സന്തോഷം. ഒരുപാട് പേരുടെ പോഡ്കാസ്റ്റിംഗ് വെർജിനിറ്റി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വെർജിനിറ്റി ആരുടെ? ദിലീപേട്ടനെയാണ് എടുത്തത്. പോഡ്കാസ്റ്റ് എന്നുള്ള വാക്ക് കട്ടായി പോകരുത്, അത് അവിടെ തന്നെ വേണം. നാളെ ടൈറ്റിന്റെ വെർജിനിറ്റി എടുത്ത് അതുകൊണ്ട് പോഡ്കാസ്റ്റിന്റെ. അതെ, പോഡ്കാസ്റ്റ്. കാരണം എടാ, ഈ ആദ്യത്തെ കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ പോഡ്കാസ്റ്റ് നമ്മുടെ ആയിരുന്നു കേട്ടോ. ഇന്റൽറെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ വന്ന് നമ്മൾ നടത്തിയതായിരുന്നു. 2-3 വർഷം സോൾഡ് ആയിട്ട് പോയി. കേരളത്തിലെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതാണ് കേരളത്തിലെ നമ്പർ 1 പോഡ്കാസ്റ്റ്. പൊളി. അതെ, കാരണം വേറെ അധികം പോഡ്കാസ്റ്റുകളില്ല, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കയറി നിൽക്കാം. സന്ദീപ്, എടാ, എത്ര നാളായി ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്? ആദ്യത്തെ സിനിമയാണോ പറയണ്ടേ? സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ആഗ്രഹം തൊട്ടാണെങ്കിൽ ആഗ്രഹം തൊട്ട് പറഞ്ഞോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത് കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമേ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് സിനിമ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം. ആഗ്രഹം അതിന് മുന്നേ കുറച്ചും കൂടെ മുന്നേ തുടങ്ങി. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് 9ാം ക്ലാസ് തൊട്ടാണ്. ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? അതെ. ഏത് ഷോർട്ട് ഫിലിം ആയിരുന്നു? ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. യൂട്യൂബിലുണ്ടോ? അത് യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാണാതിരിക്കാനാണ് നല്ലത്, വെറുതെ. അത് നമ്മുടെ വാഴയുടെ ഡയറക്ടറല്ലേ, വാഴ ഗൗതമൻ രഥം, അതിന്റെയൊക്കെ ഡയറക്ടറാണ് ആനന്ദ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനും ആനന്ദേട്ടനും ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങള് ലിസ്യു എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ സീനിയർ ആയിരുന്നു ആനന്ദേട്ടൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ, ഞാൻ 10 പഠിക്കുമ്പോ പുള്ളി +2 പഠിക്കുക, 9 പഠിക്കുമ്പോ +1. അപ്പൊ അന്ന് ആ സ്കൂളില് ആകെ സിനിമ പ്രാന്ത് വെച്ച് നടന്നിരുന്ന 2 പേരുള്ളൂ, ഞാനും ആനന്ദേട്ടനും. ഏതായിരുന്നു സ്കൂള്? ലിസ്യു എന്നാണ് സ്കൂളിന്റെ പേര്. വൈക്കത്താണ് സ്കൂള്. അപ്പൊ ഞങ്ങളായിരുന്നു സ്കൂളിൽ ആകെ സിനിമ പ്രാന്ത് പിടിച്ച് നടക്കുന്ന 2 പേര്. അപ്പൊ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സിനിമ നടനാവാനാണോ ആഗ്രഹം എന്റെ അടുത്ത് ചോദിച്ചു. അതെ. നിങ്ങൾക്ക് ഡയറക്ടർ ആവാനാണോ ആഗ്രഹം? അപ്പൊ ആനന്ദേട്ടൻ അതെ, കൈവിടളിയാ. അങ്ങനെ ഞങ്ങള് കമ്പനിയായി. ഞങ്ങള് ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഷോർട്ട് ഫിലിം ചെയ്താലും ഒരുമിച്ച്. പറഞ്ഞു ചെയ്യാം. അപ്പം പുള്ളിയുടെ ക്ലാസ്സിൽ പഠിക്കണ കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ആർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ പുള്ളിയുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേർക്ക് എന്തൊരു സാധനം ചെയ്യണല്ലോ, നമുക്ക് ചെയ്യാം, ഒരു വൈബ് എന്നുള്ളൊരു സെറ്റപ്പില് അനന്തേട്ടന്റെ കുറെ ഫ്രണ്ട്സ് വന്നു, ഒരുപാട് പേര് വന്നു. അപ്പൊ ആന്റണി, ജെഫിൻ, മെൽബിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. നമ്മള് സാംസങ് എസ് സീരീസ് ആണെന്ന് തോന്നുന്നു, ഏതൊരു ഫോണില് നമ്മള് ഒരു ചെറിയ ഷോർട്ട് തുടങ്ങിയ സമയമാണെന്ന്. എനിക്ക് എസ് ആണോന്ന് അറിയില്ല, ഏതൊരു പരിപാടിയാണ് സാംസങ്ങിന്റെ. അപ്പൊ അതില് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം മറ്റേ ബ്ലർ വരുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. എന്നാലല്ലേ ആ സിനിമയുടെ ഒരു 10,000 രൂപയുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ തരാണ്. അതെ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇതല്ല സിനിമ, കുറച്ചും കൂടെ ബ്ലറൊക്കെ വേണ്ട. അപ്പൊ എന്നെ കാണാൻ ഒരു രസമില്ല വീഡിയോയില്, ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നു. ഞാൻ നായകൻ ലുക്ക് വരുന്നില്ല, ഞാൻ തന്നെ നായകൻ. അപ്പൊ പുള്ളി ഓക്കെ. അപ്പം കൂട്ടുകാരൻ്റെ ഒരു DSLR ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു DSLR വേണ്ടി പോയി കാല് പിടിച്ച്, ചേട്ടാ 1-2 ദിവസത്തെ ഷൂട്ട് DSLR തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി DSLR ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങള് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു. അതാണ് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ്. അത്യാവശ്യം നല്ല തെറിവിളി കിട്ടി യൂട്യൂബില്. എടുത്തോട്ട് ആദ്യത്തെ ട്രൈ ആണ്. ആ ട്രൈന്ന് ഇപ്പൊ വാഴയും ഒരു മെയിൻ നടനും ആയില്ലേ? അതെ. ഇന്ന് കമന്റ്സ് ഇട്ടവർ, അയ്യോ, ആ കമന്റിനൊക്കെ ഇപ്പൊ ആരെങ്കിലും പോയി റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രുപ്പില്, ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് പേരിട്ടു കേട്ടോ. ലൂമിയർ ബ്രോസ് എന്നാണ് മറ്റേ ഗ്രൂപ്പിന്റെ പേര്, ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര്. അന്നത്തെ സ്മാർട്ട് ബോയ്സ് പോലെ ലൂമിയർ ബ്രോസ്, ലൂമിയർ ബ്രദേഴ്സിന്റെ ലൂമിയർ ബ്രോസ് അങ്ങനെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു മെമ്പർ ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗിൻ്റെ കമൻസിൽ ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന 2 പേർ ഇന്നൊരു പുതിയ നായകനും ഒരു ഡയറക്ടറുമായി തീർന്നിരിക്കുന്നു. ഇപ്പം ആ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ അതപ്പോ ഏത് വർഷമായിരുന്നു? 2012 13-14 2012 കാരണം സീരീസ് ഇറങ്ങുന്ന അപ്പോഴാണ്. അപ്പോ 2013 തോന്നുന്നു ഫിലിം സ്റ്റാർട്ട് ചെയ്യണം. റിലീസ് ആയ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം സ്കൂളിന്റെ ഇടയിൽ വേണം ഷൂട്ട് ചെയ്യാൻ. അതെ.
പഠിച്ചുകൊണ്ടിരിക്കുക. ശനി ഞായറൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫോൺ S4 ഏതാ S4 ഗാലക്സി S4 ആയിരിക്കാം. കാരണം 2012 ഐഫോൺ 4S ഇറങ്ങുന്നത്. അപ്പോ ആ സമയത്ത് അതിന്റെ കൂടെ ഇറങ്ങിയതാണ് ഗാലക്സി 4S. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13-14 അത് കറക്റ്റ് സമയമാണ്. എനിക്ക് ഇതിലൊരു ഡുവോസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയില്ല, അത്രയ്ക്ക് ഓർമ്മ ശക്തി ഇല്ലടാ. ഷാസിനോട് ചോദിച്ചിരുന്നെങ്കിൽ അവ ഇപ്പൊ പറഞ്ഞു തരും, അവ ഇപ്പൊ പറത്തി പറഞ്ഞു തന്നു. അപ്പം അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിലേക്ക് വന്നത്. അങ്ങനെ ആ കമന്റ്സിൽ പക്ഷെ ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. കാര്യം അവര് ആ നല്ല കമന്റ്സ് ഇട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പണിനിർത്തി പോയേനെ. കാര്യം നമുക്ക് പറ്റുന്ന പണി അല്ല എന്നുള്ളൊരു ഫീൽ വന്നതാണ്. പക്ഷെ അതിലൊരു 60% നല്ല ആൾക്കാർ കൊള്ളാം, നല്ല അറ്റംപ്റ്റ് എന്നൊക്കെ ഉള്ള കണ്ടപ്പോൾ നമുക്ക് ഓക്കെ, എവിടേക്കോ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന ആൾക്കാരും ആ കമന്റ്സിലാണ് നമുക്ക് ആദ്യമേ കിട്ടിയൊരു ഭാഗ്യം, മോട്ടിവേഷൻ. അതെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചറവറ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി. ഞങ്ങളൊരു 10-15 ഷോർട്ട് ഫിലിം അല്ല, മാറി ആ സമയമാകുമ്പോൾ കുറെ പേര് ഓക്കെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം പിന്നെയും ഭാഗമാകാൻ പറ്റി. വെറൈറ്റി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ആനന്ദേട്ടനാണ്, എല്ലാത്തിലും അപ്പൊ ഞാനും ആനന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ ഷോർട്ട് ഫിലിം ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അംഗീകരിക്കുന്ന വരെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൃഢനിശ്ചയം നമ്മൾ എടുക്കുന്നു. എപ്പോൾ ഒരു സിനിമാക്കാരൻ കണ്ടിട്ട് നിങ്ങളൊരു സിനിമ ചെയ് എന്ന് പറയുന്ന മൊമെന്റിൽ നമ്മൾ ഷോർട്ട് ഫിലിം നിർത്തി സിനിമ ചെയ്യാൻ പോകുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെ ഞങ്ങളുടെ ഒരു 10-12 ഷോർട്ട് ഫിലിം എന്ന് തോന്നുന്നു, ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അപ്പൊ അതൊരു റോംകോം ഒരു ഷോർട്ട് ഫിലിമാണ്, റോംകോം ആണ്. ആ സമയത്ത് അത് ഭയങ്കര വൈറലായി. ഓൾമോസ്റ്റ് അന്നത്തെ ഒരു 1 മില്യൺ ഒക്കെ അടുത്തേക്ക് എത്തി. 2016 സമയത്തിലെ ഒരു 8 lakhs 9 lakhsലേക്കൊക്കെ ആ സമയത്ത്. അത് ഭീകരം വ്യൂ ആണ്, അതും യൂട്യൂബില് നല്ല പൈസ കിട്ടി കാണുമല്ലോ. അല്ല, മോണിറ്റൈസേഷൻ ഇല്ലായിരുന്നു, നമുക്ക് അന്ന് അത്ര നോളജ് ഇല്ല. കിട്ടി, പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഇന്റൻഷനിലായിരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു മൂവി ഇൻഡസ്ട്രിയിലോട്ട് ക്രാക്ക് എന്നുള്ളതായിരുന്നു. അപ്പൊ പൈസ എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല. അതായത് നമ്മളെല്ലാരും ബ്രെഡും പാലും ഒക്കെ വന്ന് രാവിലെ പോകുന്ന മണ്ണിന്റെ മണമുള്ള ഷോർട്ട് ഫിലിമുകളായിരുന്നു. എല്ലാവരും സ്വന്തം വണ്ടി, ഒരുപാട് എന്താ പറയാ, ആ സമയത്ത് എൻ്റെ അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയമൊക്കെ. അപ്പോൾ അച്ഛൻ കുറച്ച് പൈസ തരുന്നു, വലിയ പൈസ ഒന്നുമില്ല, 5000 രൂപ. അങ്ങനെ ഫാമിലിയൊക്കെ കുറച്ച് പൈസ, ഫ്രണ്ട്സ് കുറച്ച് പൈസ, അങ്ങനെ എല്ലാം കൂടെ ഒരു 10-30,000 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്നത്. 25-30 രൂപ അങ്ങനെയൊക്കെ. ആർക്കും റെമ്യൂണറേഷൻ ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യണം. ഞാൻ VFX പഠിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ കളറിയും VFX ചെയ്യും, ടൈറ്റിൽ ആനിമേഷൻ അങ്ങനെ എല്ലാം ചെയ്യും. അനന്തേട്ടൻ മ്യൂസിക് ചെയ്യും. അനന്തേട്ടന്റെ അമ്മ അച്ഛൻ മ്യൂസിക് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അവര് പാട്ട് പാടും. നമുക്ക് ആകെ സ്റ്റുഡിയോ റെന്റ് മാത്രമേ ഉള്ളൂ. പണ്ട് മാജിക്സ് മ്യൂസിക് മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെ പൊറോട്ട അടിക്കുന്നു, ഞങ്ങൾ തന്നെ കഴിക്കുന്നു. അപ്പം വലിയ ചെലവുകളൊന്നും ഇല്ല. അങ്ങനെയാണ് ഈ ശാന്തി മുഹൂർത്തം ഹിറ്റായി. അങ്ങനെ നമുക്ക് കുറച്ച് സിനിമ ആൾക്കാരുടെ അടുത്തുനിന്ന് കോൾ വന്നു. ആദ്യം വരുന്ന ആരുടെ അടുത്തുനിന്ന്? പേരുകള് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്താ പറയാ, എനിക്കൊരു അവസരം വന്നു, അത് പറയാം. എനിക്കൊരു നല്ല ഒരു അവസരം വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ഞാൻ നായകനായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ആ സിനിമ അന്ന്. ഞാൻ ഭയങ്കര ഹാപ്പി. ആണോ ഈ സിനിമ കണ്ട് ഓക്കെ, ആദ്യമായി നായകനായിട്ട് സിനിമയിൽ നമ്മൾ ചെയ്ത ഈ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് ഒരാള് വിളിച്ചിട്ട് ഒരു മൂവിയില് നായകനാവാനുള്ള ഒരു ഓഫർ തരികയാണ്. ഗ്രേറ്റ്. അപ്പൊ എനിക്ക് ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിന്റെ പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി, സെറ്റിലേക്കൊക്കെ പോയി. അദ്ദേഹം ആ സമയത്ത് ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സിനിമയുടെ. അപ്പോൾ അതിലേക്കൊക്കെ പോയപ്പോൾ ആ സിനിമയിൽ ഒരു അവസരം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതും നിർഭാഗ്യവശാൽ കിട്ടിയില്ല. എന്തൊക്കെയോ ഡേറ്റ് ക്ലാഷ്. അപ്പോൾ അതുകൊണ്ട് അവസരം ഇല്ലടോ, നമുക്ക് അടുത്തുണ്ടല്ലോ, നായകനാണല്ലോ, വയ്ക്കോ എന്നൊക്കെ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഒരു ന്യൂസാണ്, ഇദ്ദേഹം കുറച്ച് ആൾക്കാരെ വെച്ച് പടം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അപ്പം അതിൽ എൻ്റെ പേരില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വിളിച്ചിങ്ങനെ ചോദിച്ചു എന്തായി. പുള്ളി പറഞ്ഞു ഇല്ല, പ്രൊഡ്യൂസർ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് ഓഡിഷന് വാ
എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കട്ട് ചെയ്ത്. എനിക്ക് വിഷമായി. ഞാനപ്പോൾ അവിടെ കിടന്ന് മുട്ടൻ കരച്ചിൽ വീട്ടിൽ. ഞാനിപ്പം ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവിടെ റൂമിലിരുന്ന് ഞാൻ ഒരേ കരച്ചില്. എനിക്ക് അത്ര ആഗ്രഹിച്ചായിരുന്നു ആ സമയത്ത് അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ. അപ്പം അനന്തേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നല്ലതിനായിരിക്കൂടാ, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആനന്ദേട്ടൻ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ആ ഒരു അവസരം പോയി. ഒരു ക്യൂരിയോസിറ്റി കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്യൂല. ഏതായിരുന്നു പടം? ടെലികാസ്റ്റ് ചെയ്യരുത്. ഇല്ല, അത് മ്യൂട്ട് ചെയ്തോളെ. ആ പേര് പറയുന്ന സ്ഥലം മ്യൂട്ട് ചെയ്തോളെ. ഓക്കെ. ചുമ്മാ ഇല്ല 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 ഇല്ല. അപ്പം അതിന് പക്ഷെ നീ ചേരുവായിരുന്നു കേട്ടോ അതിനകത്ത്. നന്നായി പോവായിരുന്നു. അതെ. അപ്പം അതിപ്പോ ആലോചിക്കുമ്പോ നന്നായി തോന്നുന്നു എന്ന് തോന്നി. കുഴപ്പമില്ല. അത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പോയൊരു പടമാണത്. അതെ, നല്ല സിനിമയായിട്ട് നല്ല രീതിയിൽ പോയി. എനിക്ക് ഒരു വിഷമം ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ ആ സമയത്താണ് നിതീഷ് ഏട്ടൻ, ഫാലിമിയുടെ ഡയറക്ടർ, അന്ന് പുള്ളി അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പൊ പുള്ളി എന്നെ ബാംഗ്ലൂർ എന്നെ കാണാൻ വന്നു. അളിയാ, പുള്ളി ട്രിവാൻഡ്രം പാപ്പനംകോടുകാരനാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഷോർട്ട് ഫിലിം കണ്ടോളി, ഒരു രക്ഷയില്ല, നീ എവിടെ? ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ് പഠിക്കണ. ഞാൻ വരുന്നുണ്ട് ബാംഗ്ലൂര്, എനിക്ക് നിന്നെ കാണണം ഇതൊക്കെ പറഞ്ഞിട്ട് നിതീഷ് ഏട്ടൻ എന്നെ കാണാൻ വന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. അങ്ങനെ നിതീഷ് ഏട്ടൻ ആദ്യമായി ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഒരു പടം ഉണ്ടടാ, നീ അതിൽ ക്യാരക്ടർ ചെയ്തോ എന്നൊക്കെ പറയാം. ഒരു അനിയന്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഫാലിമി അല്ല, വേറൊരു സിനിമ ഇതേപോലെ തന്നെ. പക്ഷെ ആ സിനിമ നടന്നില്ല. പക്ഷെ പുള്ളിയുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മാഗ്നിറ്റോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. മാഗ്നിറ്റോ അത് അത്യാവശ്യം നല്ലൊരു ക്രിട്ടിക്കൽ റെഫറൻസിലുള്ള എന്തെങ്കിലും ആണ്. അത് അനന്തേട്ടൻ അഭിനയിച്ചേക്കുന്നത്, ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് കുറെ ഷോർട്ട് ഫിലിം ഞാൻ കാണേണ്ടി വരുമല്ലോ. കാണേണ്ടി വരും. മാഗ്നിറ്റോ. അപ്പൊ അതും ക്രിട്ടിക്കലി അത്യാവശ്യം നല്ല നന്നായിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന്റെ VFX ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ ഞാൻ അങ്ങനെ ഒരു ഭാഗമായി. അങ്ങനെ ഞങ്ങളൊരു ടീമായി. ഞാൻ നിതീഷ് ഏട്ടൻ, അതിലേക്ക് അനുരാജ് എന്ന് പറഞ്ഞ നമ്മുടെ വാഴയില അഭിനയിച്ച പുള്ളിയാണ്. ഇപ്പൊ പുള്ളി നിതീഷേട്ടൻ്റെ കൂടെ മമ്മൂക്ക പടത്തിന്റെ റൈറ്ററാണ്. അപ്പൊ അനുരാജ് ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും, ഞാൻ, അനന്തേട്ടൻ, അനുരാജ്, നിതീഷ് ഏട്ടൻ, എല്ലാവരും നമ്മൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വെബ് സീരീസ് ചെയ്തു, കല്യാണ കച്ചേരി എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തു. ഇതിന്റെ ഇടയിൽ അത് ഞാൻ ആക്ച്വലി എന്റെ പേര് കേട്ടിട്ടുണ്ട്, കല്യാണ കച്ചേരി കേട്ടിട്ടുണ്ട്. അതൊക്കെ റീസെന്റ് ചെയ്തു. അതിന് മുന്നേ ഞാൻ സിനിമയിലേക്ക് വന്നു. ഓഗസ്റ്റ് സിനിമാസിന്റെ ഓഡിഷനിൽ 18-ാം പടിയിലേക്ക് കയറി. 18-ാം പടിയാണ് എന്റെ ആദ്യത്തെ സിനിമ. അപ്പൊ ആ സിനിമയിലേക്ക് വന്നു. അത് ഈ പറയുന്ന പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ബ്രേക്ക് സിനിമയിൽ നിന്ന് കിട്ടിയില്ല. അത് പക്ഷെ ഒരുപാട് നാളുകൾ നമ്മൾ നിന്നായിരുന്നു. ഒരു 1.5 വർഷത്തോളം നമ്മൾ സിനിമയുടെ ഭാഗമായി. പക്ഷെ കാര്യമായ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കേനെ കാണാൻ പറ്റി ആദ്യമായിട്ട് ആ സെറ്റില്. അപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. സ്ക്രീൻ തൊട്ടടുത്ത് തിയേറ്ററിൽ കാണുമ്പോൾ മമ്മൂക്കയുടെ സൈഡിൽ ഞാൻ രോമാഞ്ചാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാൻ മമ്മൂക്കനെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മതിലിന്റെ അപ്പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ നോക്കുമല്ലോ, എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയ കാലത്ത് നിന്നിട്ട് ഇതേ സെറ്റിൽ ഞാൻ മമ്മൂക്കയുടെ സൈഡിൽ നിൽക്കുമ്പോൾ മതിലിന്റെ അപ്പുറത്ത് കുറെ ആൾക്കാരുണ്ട്. ആ ഒരു സാധനം കിട്ടിയ ഒരു മൊമെന്റ് ആണ് എനിക്ക് ആ ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് 18-ാം പടി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. ക്യാരക്ടർ അങ്ങനെ ബ്രേക്ക് കിട്ടിയില്ലെങ്കിലും ഐ എം ഹാപ്പി വിത്ത് 18-ാം പടി. അങ്ങനെ ആ സിനിമ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഏക് ദിൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. നമ്മുടെ ഒരു ദിവസം, ഒരു നാൾ എന്നാണ് അതിന്റെ ഒരു അർത്ഥം സിനിമാപരമായി വരുന്നത്. അത് ഇറങ്ങിയിട്ടില്ല, റിലീസായിട്ടില്ല. ഞാൻ ചെയ്ത എല്ലാം ആൾക്കാർ നീ ചെയ്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അതെ. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടുകാർ കളിയാക്കി പറയും, നീ അഭിനയിക്കുന്ന പടങ്ങൾക്കൊക്കെയാണ് പ്രശ്നം, നീ പണി നിർത്തിക്കോ എന്ന തമാശക്കൊക്കെ പറയും. പക്ഷെ എന്നാലും അപ്പൊ ഞാനും ആലോചിക്കും, ശരിയാണല്ലോ, ഞാൻ അഭിനയിക്കുന്നത് ശരിയാണല്ലോ, ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല പരിപാടി. അപ്പം അതിറങ്ങിയില്ല. പക്ഷെ അത് കേരള ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. ഫെസ്റ്റിവൽ മൂഡാണ് പടം. അത് ക്രിട്ടിക്കലി അക്ലൈം ചെയ്യാനായിട്ട് കൊടുത്തു. അതെ, എക്സിബിഷനിലല്ലോ, ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ അതിന് അത്യാവശ്യം നല്ല റെക്കഗ്നീഷൻ കിട്ടി. അതിൽ ഞാൻ നായകനായിരുന്നു. അപ്പൊ അത് എന്താ പറയാ, അത് നല്ല രീതിയിൽ ക്രിട്ടിക്കലി പോയി. പക്ഷെ പടം റിലീസായിട്ടില്ല. കൊച്ചായിരുന്നു ആ സമയത്ത് തൊട്ടോ. ഒരു 19-20 വയസ്സ് കാണാം ആ സമയത്ത്.
അങ്ങനെ അതും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. തീർന്നില്ലേ, എല്ലാം പോയി. ഇപ്പൊ എന്ത് ചെയ്യും? സിനിമ കയറാൻ പറ്റുന്നില്ല. ഞാൻ ആ സമയത്ത് ജോലിക്ക് പോവാം, ഫിനാൻഷ്യലി നമുക്കൊന്നും ഇല്ല. അപ്പം ജോലിക്ക് പോവാന്ന് വെച്ച് ഞാൻ ഒരു VFX ആർട്ടിസ്റ്റ് ആയിട്ട്, ഞാൻ പഠിച്ച VFX ആയതുകൊണ്ട് ഞാൻ VFX ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു MNC കമ്പനിയിൽ ഒരു തൊഴിൽ എന്തായാലും കയ്യിലുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യും, കളർ ഗ്രേഡിങ് ചെയ്യും, VFX, പിന്നെ അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോർട്ട് ഫിലിമിനൊക്കെ VFX ചെയ്ത് പോവും. ഈ സിനിമകൾക്കൊക്കെ ഇപ്പൊ സിനിമ ചെയ്ത കുറെ സിനിമകൾക്കൊക്കെ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ അനിമേഷനൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പ്രൊഡക്ഷൻ കമ്പനിക്കൊക്കെ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ അവരോട് പറയാനൊക്കെ അറിയാം, ഞാനൊരു നടനാണ്, VFX ഒരു സൈഡായിട്ട് ഞാനിത് ചെയ്യുന്നതേ ഉള്ളൂ, ഇതല്ല എന്റെ മെയിൻ പരിപാടി. അതെ. അപ്പം അങ്ങനെ ആ ഒരു ട്രാക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് ഞാൻ കോവിഡ് സമയത്ത് വിപിൻ ചേട്ടൻ്റെ വിളിച്ച് അന്താക്ഷരി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആയിട്ട് അത് തുടങ്ങിയത്. പിന്നെ അത് കട്ട് ചെയ്ത് സിനിമയിലോട്ടൊന്ന് കാല് വെക്കാൻ എന്തൊക്കെ കടമ്പകൾ കിടക്കണമല്ലേ സത്യം. പക്ഷെ ഇതൊന്നും വലിയ കഷ്ടപ്പാടൊന്നും അല്ല, നമ്മള് സന്തോഷമാണ് നമുക്ക് ചെയ്യുമ്പോ. അല്ല, അതിന്റെ അല്ല, പിന്നെ സീനിയർ ആക്ടേഴ്സ് ഒക്കെ വന്നേക്കുന്ന വഴികളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഒന്നുമല്ല, നമ്മൾ ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഡിജിറ്റൽ മീഡിയ ഉണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യാൻ അവസരമുണ്ട്, നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞാൻ അങ്ങനെ എന്താ പറയാ, ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, അങ്ങനത്തെ കഷ്ടപ്പാടല്ല അളിയാ. ഞാൻ ഇപ്പൊ ജോജി ചേട്ടനൊക്കെ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോ, വിജയ് സേതുപതി, അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ കഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പക്ഷെ കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു തരമുള്ള ഞാൻ കഷ്ടപ്പാടാണ്. അപ്പൊ അങ്ങനെ ഒരു വിപിൻ ചേട്ടൻ വിളിച്ചു, അന്താക്ഷരി എന്ന് പറഞ്ഞ പടം ചെയ്തു. അതും ഈ പറയുന്ന OTT റിലീസായിരുന്നു, സോണി ലിവില് ഇറങ്ങി. പക്ഷെ അത് കണ്ടിട്ട് ആരും വിളിച്ചില്ല അളിയാ, പടം കണ്ട ആരും വിളിച്ചില്ല. ആൾക്കാർക്ക് ക്ലിക്കായി വരുന്നില്ല, ആരും വിളിക്കണില്ല. ഇതെന്താണ് സിനിമ, എന്താ പ്രശ്നം? പക്ഷെ അഭിനയം നല്ലതാണെന്ന് പറയുന്നുണ്ട് ആൾക്കാർ, അഭിപ്രായം പറയുന്നുണ്ട്. എന്നാ അത് കൊമേഴ്ഷ്യലി കയറി പോകുന്നില്ല. ആരും അടുത്ത സിനിമകൾ വരുന്നില്ല. നമുക്കിപ്പോ ഈ സർക്കിളിൽ തന്നെ കളിക്കുന്നു എന്നല്ലാതെ ഒരു പടം ആയിട്ട് എക്സ്പോഷർ കിട്ടുന്നില്ല. അത് കിട്ടിയാലേ നമുക്ക് മെയിൻ കൊമേഴ്ഷ്യൽ പടങ്ങളിലോട്ടൊക്കെ ഒന്ന് കാലുവെക്കാൻ പറ്റുള്ളൂ. അപ്പം അതും കിട്ടില്ല. അപ്പം പക്ഷെ നല്ല അഭിപ്രായം വന്നു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് നിതീഷ് ചേട്ടൻ ഫാലിമി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ അനിയൻ ക്യാരക്ടർ, അന്ന് ശാന്തി മുഹൂർത്തം കണ്ട്, ഇതെല്ലാം അന്നൊന്നും നടക്കാതെ പോയതിന്റെ പേ ഓഫ് ആയിട്ട് അതെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് അനിയൻ ആ സബ്ജക്ട് തന്നെ വേറൊരു രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഫാലിമിയിലേക്ക് വരുന്നത്. അങ്ങനെ ഫാലിമി ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇതിന്റെ ഇടയിലാട്ടോ, കോവിഡ് സമയത്തിന് മുന്നേ, എനിക്ക് ടൈം ഫ്രെയിം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കോവിഡിന് മുന്നേ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഫാലിമി ചെയ്യാൻ, ഫാലിമിയുടെ നിങ്ങളുടെ ഷൂട്ട് നടന്നത് കോവിഡ് ടൈമിലാണ് അല്ല അതിന് മുന്നേ ഹോമാണ്, മഞ്ചേച്ചിയുടെ ഓർമ്മയിലുള്ള ഹോമാണ് ആ സമയത്ത് കൊറോണ ടൈമിൽ നടന്നത്. അന്താക്ഷരിയാണ് ആ സമയത്ത് വന്നത്, കൊറോണ സമയത്ത്. പിന്നെ കോവിഡ് സമയത്താണ് ഞാൻ ഈ കല്യാണ കച്ചേരി സബ് ഒറിജിനൽസ് എന്ന് യൂട്യൂബ് ചാനൽ, അങ്ങനെ അതിന്റെ പുറകെയൊക്കെ പോയി. ക്രിയേറ്റീവ്ലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഈ MNC കമ്പനിയിലെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര പാടാ. ഈ MNC കമ്പനിയിൽ VFX ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര സിസ്റ്റമാറ്റിക്കാ. നമ്മൾ ഇന്ന ടൈമിന് പോയി പഞ്ചിങ് ചെയ്ത് കേറി, ഇന്ന സമയത്ത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്ത്, അതിൽ കുറെ എക്സൽ ഷീറ്റ്. എനിക്കത് പറ്റൂല. അപ്പൊ ഞാൻ കൂടുതലും എന്താ പറയാ, എനിക്ക് പക്ഷെ ഇഷ്ടമാണ് VFX ചെയ്യാൻ. അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് ചെയ്യുന്ന പണി നന്നായിട്ട് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, പണി എടുക്കുന്നു എന്നുള്ളൊരു ഫീല് എനിക്ക് പേഴ്സണലി കുറവായിരുന്നു. കാര്യം ഞാൻ ചെല്ലുന്നു, യൂട്യൂബ് ഇടുന്നു, എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിം കാണുന്നു, സിനിമ കാണുന്നു, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ പണിയെടുക്കുന്നു. ഒരു ക്രിയേറ്റീവ് മൈൻഡാണ്. ക്രിയേറ്റീവ് ആർക്കാണ് ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ച് ഒരു 9 to 5 ചെയ്യാൻ പറ്റാതെ പോകുന്ന അവർക്കാണ്. പക്ഷെ ചെയ്യുന്ന പണി ഇഷ്ടത്തോടെ ചെയ്യും. VFX ആണല്ലോ, രസമാണ്, ഇങ്ങനെ അനിമേഷൻ ഒക്കെ ചെയ്യാൻ രസമായതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റോടെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന സമയത്ത് ഇന്ന തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ സിനിമയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ടൈം കീപ്പ് ചെയ്യും. പക്ഷെ അതാണ് നമുക്ക്, എനിക്ക് മനസ്സിലായോ, ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ നമുക്ക് ആരും ഫോഴ്സ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യിക്കുന്നത് നമുക്ക് പറ്റില്ല. ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ പോലും നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പം അതിനോടൊരു ബുദ്ധിമുട്ട് വരും. അതെ, ഈ സിനിമയാണെങ്കിലും സ്ട്രക്ചർ എന്താ പറയാ, സിനിമയിൽ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ ഓരോ ദിവസം പുതിയ ലൊക്കേഷനാണ്, പുതിയ ആൾക്കാർ, പുതിയ ഡയലോഗുകൾ. അത് മാത്രമല്ല, അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടത്തോടുള്ള ഒരു ഇഷ്ടം
അതെ, ആ ഒരു പ്രശ്നമാണ്. പിന്നെ പൈസ കിട്ടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ, 30-ാം തീയതിയാണ് സാലറി, 30-ാം തീയതിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അതും കിട്ടുന്ന വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അത് നമ്മൾ റെന്റ് പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു 50% തീർന്നു. പിന്നെ അടുത്ത ഇതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈഫ്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം. ഞാൻ നിതീഷണ്ണ എന്നും വിളിക്കും, എന്തായി ഫാലിമി, എന്തായി. കാര്യം ഫാലിമി എൻ്റെ നേരത്തെ ഭാഗ്യക്കേടിന്റെ നാളുകളിൽ പറയുവാണെങ്കിൽ ഫാലിമി ഇതേപോലെ ആദ്യമേ ഒരു നടനെ വെച്ച് ഓണായ സിനിമയാണ്. സിനിമ തുടങ്ങുന്നതിന് സന്ദീപിന്റെ ക്യാരക്ടർ വേറെ ആളോ ചോണായതാണോ? ഞാനൊന്നും ഞാൻ തന്നെ, എന്നെ മാറ്റി ഞാൻ സമ്മതിക്കില്ല. അല്ല, നിതീഷ് ചേട്ടനും എന്താ പറയാ, ഒരുപാട് എന്നെ എന്താ പറയാ, ഇപ്പൊ ഓരോ പ്രൊഡ്യൂസർ അടുത്ത് പോകുമ്പോൾ പുള്ളി എന്നെ ഷോർട്ട് ഫിലിം കാണിച്ചു കൊടുക്കും. ഇതാണ് പയ്യൻ, ഇവന്റെ ഷോർട്ട് ഫിലിം കണ്ട, ഇവന്റെ ഷോർട്ട് ഫിലിം കണ്ട എന്ന് പറഞ്ഞാൽ പുള്ളി അത് കാണിക്കും. അപ്പം പുള്ളിക്ക് എന്നെ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ട് ആ ക്യാരക്ടർ. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് പറയും ഈ കുറച്ചും കൂടെ മാർക്കറ്റുള്ള ആൾ വന്നാൽ രസമായിരിക്കും. കാര്യം ഫാലിമി കണ്ടല്ലേ, അപ്പൊ ആകെ 4 പേരല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആർട്ടിസ്റ്റുകളാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പൊ നിതീഷേട്ടൻ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇല്ല, അവൻ നന്നായിട്ട് ചെയ്യും, ഒന്ന് അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ നിതീഷനെ വിളിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറുടെ അടുത്ത് കൺവിൻസ് ആയി അവരെ ആക്കിക്കോളാം, നിങ്ങൾ കൺവിൻസ് ആവരുത്, പ്രൊഡ്യൂസർമാരെ കേട്ടിട്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നിതീഷ് ചേട്ടന് പക്ഷെ ഇഷ്ടമായോണ്ട് പുള്ളി എന്നെ തന്നെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുത്തി. അങ്ങനെ ഓൾറെഡി ഒരു സിനിമ ഫാലിമി തന്നെ ഒരു നടനെ വെച്ച് ഓണായതാണ്. അത് ഷൂട്ട് തുടങ്ങുന്നതിന് ഇതേപോലെ 2 ആഴ്ച മുന്നേ അത് ഡ്രോപ്പായി. അപ്പൊ ഞാൻ ഇത് എന്താണ് എനിക്കിങ്ങനെ, എനിക്ക് എന്ത് ചെയ്തിട്ടൊരു ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഞാൻ എപ്പോ നടന്നാലും ഇങ്ങനെ മറ്റേ വിനീത് ശ്രീനിവാസന്റെ പാട്ടുണ്ടല്ലോ അളിയ രാമായണില്, ആ മൂഡിലാ ഞാൻ എല്ലായിടത്തും നടക്കുന്നത്. ഇങ്ങനെ നടക്കിട്ട് എവിടെ പോയാലും പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെയൊക്കെയാണ് ഞാൻ മറ്റേ ഇവിടെ പോയത് കേട്ടോ, വർക്ക് ചെയ്യാൻ പോയത് ബാംഗ്ലൂര്. ഷൂട്ടിന് മുന്നേ നടക്കാതെ പോയ പടം കഴിഞ്ഞ് ഇതൊന്നും നടക്കണില്ലെന്നൊക്കെ പറഞ്ഞാണ് പോയത്. അത് കഴിഞ്ഞ് പുള്ളി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോ നടന്മാരുടെ അടുത്ത് പുറകെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സമയത്താണ് എന്നെ വിളിച്ചു പറയുന്നത്, പടം ഏകദേശം ഓണായിട്ടുണ്ട് പോലെയാണ്, പക്ഷെ അറിയാലോ ഉറപ്പില്ല, നമുക്ക് ഒരാഴ്ച ഓഫ് ആയതാണ്. നമുക്കാണെങ്കിൽ പ്രതീക്ഷയില്ല, എന്റെ ഭാഗ്യം വെച്ചിട്ട് നടക്കാനൊന്നും കാണില്ല. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഓണായല്ലേ, ശരി ഓക്കെ ആവുമ്പോ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്രയും വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ പുള്ളി ഏകദേശം ഓണാളിയ എന്നാണ് ഒരു കോളും കൂടെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ റെസിഗ്നേഷൻ ഇടട്ടെ? അപ്പൊ പുള്ളി വലിയ വിലപ്പെട്ട തീരുമാനമാണ്. കാര്യം റിസൈൻ ചെയ്ത കോവിഡ് സമയമാണ്, വേറെ ഒന്നും കിട്ടൂല. കോവിഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു, തുടങ്ങാറായി. അപ്പൊ പക്ഷെ എന്നാലും നമുക്ക് ഇനി പിന്നെ ഒരു CV അയച്ച് അവിടെ പോയി, കാര്യം പൈസ ഒന്നും ഇല്ല. ഈ കിട്ടുന്ന പൈസ സാലറി വരുന്നു, റെന്റ് അടയ്ക്കുന്നു, തീരുന്നു, സേവിങ്സ് ഒന്നും ഇല്ല. അപ്പൊ തിരിച്ച് ജോലി നിർത്തി വന്നിപ്പോ ഈ സിനിമ ഓഫായി കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ജോലി കണ്ടുപിടിക്കാൻ വേണം ഒരു 6 മാസം. 6 മാസം എങ്ങനെ ജീവിക്കും? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. ഫിനാൻഷ്യലി വീട്ടുകാരും അത്ര സൗണ്ട് ആയിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ റിസ്ക് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു അത്, റിസൈൻ ചെയ്യണോ വേണ്ടേന്നുള്ള. അപ്പോൾ നിതീഷേട്ടൻ വിളിച്ചു പറഞ്ഞ്, നീ ചെയ്യളിയാ, മരണത്തെ വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഞാനും ചെയ്യാം, ഇപ്പൊ കൂടി വന്ന് എന്ത് ചെയ്യും, പട്ടിണി കിടക്കേണ്ടി വരും, 6 മാസം പട്ടിണി കിടക്കേണ്ടി വരും, എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നേരെ പോയി അന്ന് തന്നെ റെസിഗ്നേഷൻ അപ്ലൈ ചെയ്തു. തിരിച്ചു വന്നു, ഭാഗ്യത്തിന് പടം ഓണായി, ശരിക്കും ഓണായി. അങ്ങനെ ബേസിലേട്ടൻ വന്നു, ചേച്ചി വന്നു, ജഗദീഷേട്ടൻ വന്നു, എല്ലാവരും വന്നു. ഓക്കെ, ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്. എന്തായാലും അപ്പം പടം നിന്നു പോവില്ല, ഉറപ്പായി. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, പിന്നെ ഒരു സമാധാനം, പിന്നെ ആ പടം കഴിഞ്ഞു. നല്ല അഭിപ്രായം. ആദ്യമായിട്ട് ഞാൻ സന്ദീപിനെ നോട്ടീസ് ചെയ്യുന്നത് ഫാലിമിയിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക ആൾക്കാരും ആദ്യമായിട്ടൊന്ന് മനസ്സിലോട്ടൊന്ന് കയറി ഒന്ന് രജിസ്റ്റർ ആയി തുടങ്ങിയത് ഫാലിമിയാണെന്ന് തോന്നുന്നു. ഫാലിമിയാണ് ബ്രേക്ക്. ഫാലിമിയിൽ എന്തൊക്കെ സംഭവിച്ചു? ഫാലിമിയിൽ മഞ്ജു ചേച്ചിയെ കിട്ടി, ബമ്പർ ചിരിയിലോട്ട് ഫാലിമിയുടെ പ്രൊമോഷനാണ് സന്ദീപ് ആദ്യമായിട്ട് വരുന്നത്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നന്നായി പോയി. അതുകൊണ്ട് എന്താ, പട്ടിണി കിടന്ന നല്ല ശീലം ഉണ്ടായിരുന്നു. പറഞ്ഞ ഷോർട്ട് ഫിലിം കാലം തൊട്ട് നമ്മൾ പട്ടിണി കിടന്ന ശീലം. അതുകൊണ്ട് എടുത്ത തീരുമാനം, പട്ടിണി കിടക്കേണ്ടി വന്നാലും നല്ല സിനിമകളുടെ ഭാഗമാകുക. കാര്യം ഇത്രയും അവസരം നമ്മൾ ബ്രേക്ക് കിട്ടിയിട്ട് ഇനി നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നല്ല സിനിമകൾ മാത്രം
ചൂസ് ചെയ്ത് ചെയ്യണം എന്നായിരുന്നു ആ സമയത്ത് ഫാലിമി ചെയ്ത സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ഫാലിമി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫാലിമി റിലീസായി കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ തന്നെ റൊമാനിക്കട കോൾ വന്നു, ജിംഖാനയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വിജയ് ചേട്ടൻ വിളിച്ചു, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ പടക്കളം ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വന്നു. അപ്പൊ അതിലാണ് ഇമ്മീഡിയറ്റ്ലി നായകൻ എന്നുള്ളൊരു പരിവേഷം. അപ്പൊ ഞാൻ ഇതെല്ലാം പെട്ടെന്നുള്ള സംഭവിക്കുന്നത്. അതും കൂടെ കാസ്റ്റായിട്ട് ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് ഇവരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. ഓക്കെ, നമുക്കതിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നു തുടക്കത്തിൽ തന്നെ എന്നുള്ളതാണ് അത് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വേറൊരു പേ ഓഫ് എന്ന് പറയുന്നത് വിജയേട്ടനോട് ഇനിയിപ്പോൾ സംസാരിച്ച് പറഞ്ഞു, വിജയേട്ടൻ്റെ അതായത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ ഷിബുജി സുശീലൻ നമ്മുടെ 7th Day പ്രൊഡ്യൂസറാണ്. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഏകദിന്റെ പ്രൊഡ്യൂസർ, ഇറങ്ങാത്ത സിനിമയുടെ. അപ്പൊ വിജയ് ചേട്ടൻ അന്ന് ആ സിനിമ കണ്ടിരുന്നു. അപ്പം ഫാലിമി കണ്ടതിനേക്കാൾ ഏകദിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് പുള്ളി എന്നെ പടക്കളത്തിലേക്ക്. അപ്പൊ അന്ന് ഞാൻ ഇറങ്ങാത്ത എല്ലാം പേ ഓഫ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്ത സിനിമകളൊക്കെ വരുന്നത് ആക്ച്വലി. അതെ, അന്ന് നട്ട തൈകളാണ് ഇപ്പൊ വരുന്നത്. അന്ന് നട്ട തൈയുടെ കായാണ് ഇപ്പൊ ഞാൻ തിന്നോണ്ടിരിക്കുന്നത്. അതെ, അയ്യോ, ഇത് നീ സെലക്റ്റീവ് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മഞ്ജു ചേച്ചിയാണ് സന്ദീപിനെ കാർത്തിക് സൂര്യ അൺലീഷിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. മഞ്ജു ചേച്ചി പറഞ്ഞപ്പോ എടാ സന്ദീപ് നീ കൊണ്ടത് ഭയങ്കര കാര്യമാണ് കേട്ടോ. ഭയങ്കര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 നാവാണ് നിന്നെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. എന്നാലും അല്ല, ഭയങ്കര കാര്യമാണ്. എൻ്റെ ഇമ്മൻസ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യലിനെ കുറിച്ച് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ചേച്ചി ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ചേച്ചി സന്ദീപ് നാളെയാണ് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞ് എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിക്കുക. ആദ്യം ഞാനാണ് അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, നല്ല നല്ല സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കണം. ഇപ്പം അവൻ എന്നെ ഉപദേശിച്ചു തുടങ്ങിയത്, ചേച്ചി നല്ല നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കണമെന്ന്. ഉള്ളതന്നെയാണ് അത്. ചേച്ചി എന്താ പറയാ, ചേച്ചിനെ എനിക്ക് ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയാണ്. ഫാലിമിന്ന് കിട്ടിയ എനിക്കൊരു അമ്മയാണ് ചേച്ചി. ഇപ്പൊ എത്ര പേരെ അമ്മയാണെന്നാണ് ഞാൻ അതെ, കെവിൻ പറയുന്നു ചേച്ചി അമ്മയാണെന്ന്, നീ പറയുന്നു ചേച്ചി അമ്മയാണെന്ന്. ശരിക്കും ചേച്ചി ആരാ ചേച്ചി അല്ല, ഭയങ്കര കാര്യമാടാ. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ബോണ്ടായത് ഫാലിമിയുടെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നല്ലേ? അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം നിങ്ങൾ ഏതോ ജയ്സൽമീറിലൂടെ എങ്ങാണ്ട് വണ്ടി പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ കോൾ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കാറിനകത്തിരുന്ന് ആദ്യമായിട്ട് ഹായ് പറയുന്നത്. അടിപൊളി. അപ്പോ ചേച്ചിയുടെ കൂടെ ഇനി ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത്രയും അടിപൊളി പരിപാടികൾ വന്നിട്ടില്ല. ആ പരിപാടി വന്ന ഉറപ്പായിട്ടും ചാടിക്കറി പിടിച്ച് ചെയ്യണം എന്ന് തന്നെയാണ്. നമുക്ക് ഫാലിമിയിൽ നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യുമ്പോൾ അതിനേക്കാൾ നല്ലൊരു ബോണ്ട് വരണം എന്നുള്ളത്. ഈ ഫാലിമി തന്നെ ജഗദീഷ് ചേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേടാ? ജഗദീഷ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുള്ളതാണോ? അതെ, ഉള്ള ആളെയാ. രാവിലെ ഒരു ഉപദേശിക്കും തന്നെ, എത്ര മണിക്ക് എണീറ്റെന്നൊക്കെ ചോദിക്കും. ഞാനിങ്ങനെ 6, 7 അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട്, ഉപദേശിക്കും. പണ്ടത്തെ നടന്മാര് കണ്ടു പഠിക്കണം, നീ കറക്റ്റ് ഡെഡിക്കേഷൻ, രാവിലെ എണീക്കും. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു 6 വരുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൺവിൻസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി കിടന്ന് ഉറങ്ങും. ക്ഷീണമായിരിക്കും എനിക്ക്. കാര്യം ജയ്സൽമർ ഒന്ന് ചൂട്, ഓട്ടം, ഫാലിമി അങ്ങനെയാണല്ലോ, കിടന്ന് ഉറങ്ങും. പുള്ളിയും ഈ പറഞ്ഞ പോലെ എന്താ ജഗദീശേട്ടൻ ഇങ്ങനെ മോനെ പോലെയൊക്കെ തന്നെയാ. മോനെ പോലെയൊക്കെ ഒരു ലീഡറാണ് പുള്ളി, മൊത്തം ടീമിന്റെ ലീഡറാ. ജയ്സലേട്ടനും നമ്മളെല്ലാരും സൈഡായി പോകും. പുള്ളി അവിടെ നിൽക്കുമ്പോ തന്നെ എല്ലാരെയും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക. പോകുമ്പോ തന്നെ പുള്ളിക്ക് അറിയാത്ത സ്ഥലമൊന്നുമില്ല, പോകുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ ഒരു സാധനം കിട്ടും, നമ്മുടെ ക്യാരക്ടറില്ലേ, ഇവിടെ നല്ല പടം കിട്ടും. അത് തന്നെ അവിടെ ചെല്ലുമ്പോ ഇവിടെ മഞ്ജു അറിയാമോ, മഞ്ജുവിന് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുന്ന അറിയാമോ? ശരിക്കും ഇല്ലായിരിക്കും കേട്ടോ. മഞ്ജു വെച്ച് ഉണ്ട് കേട്ടാ, ഇവിടെ ഒരു സാധനം ഉണ്ട്. അന്ന് അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനത്തെ പ്രാങ്ക്. അപ്പം അങ്ങനത്തെ ഫണ്ണായിരുന്നു ഫാലിമി. ഭയങ്കര രസമായിരുന്നു ഫാലിമി നമ്മൾ ഷൂട്ട് ചെയ്തു. ബേസിലേട്ടനാണെങ്കിലും എനിക്കൊന്ന് ഫാലിമി കഴിഞ്ഞ് ബേസിൽ തൊട്ട ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും അടിപൊളി സാധനങ്ങളായിരുന്നു അല്ലേ? നല്ല രാശിയുള്ള ഒരു പടമായിരുന്നു. എല്ലാവർക്കും നല്ല ബ്രേക്ക് ആയിരുന്നു. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇന്ന് വാരണാസി പോലത്തെ ഒരു സ്ഥലം, അവിടെ നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന. എന്റെ മോനെ എന്നാ പടമായിരുന്നടാ. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇറങ്ങിയ പടങ്ങളില് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവി ആണ്. ഞാൻ അത് കണ്ടിറങ്ങി ഞാൻ പറഞ്ഞ അത് തന്നെയാണ് എന്റെ
കാരണം എനിക്ക് ഈ ബോക്സിങ്, ഈ സ്പോർട്സ് കോമഡി ജോണർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അനിമേ ഞാൻ കാണും. നീ അനിമേ കാണാറുണ്ട്? അനിമയുടെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഹാജിമേനോ ഇപ്പോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അത് ബോക്സിംഗ് റിലേറ്റഡ് ഒരു അനിമയാണ്. അപ്പൊ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരുപാട് റെഫറൻസുകൾ വന്നു. കാരണം അതിനകത്തും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ബോക്സിംഗ് ആയിട്ടൊക്കെ നടക്കുന്നതും പഠിക്കുന്നതും കോമ്പറ്റീഷന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റെഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കോമഡി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു. നിന്റെ ക്യാരക്ടർ ആണെങ്കിലും അന്ന് നെസ്ലിന്റെ ക്യാരക്ടർ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ക്യാരക്ടേഴ്സ് നിങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല റെസ്പോൺസ് ഇല്ലായിരുന്നോടാ? ഒരുപാട് റെസ്പോൺസ് ആലപ്പുഴ ജില്ലയിലെ. അതെ, അത് ഞാൻ ഫസ്റ്റ് ഷോ കണ്ടതാണ് നസീർ കയറി കൂട്ടത്തില്. 2 ഇക്കയുടെ ഡയലോഗ് മറ്റേ അതെ. അയ്യോ, അത് ഇക്കയുടെ നല്ല റോളായിരുന്നു. അതും സൂപ്പർ പടമായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നോടാ? ഒരുപാട്. അതും ഞാൻ ആദ്യമായിട്ടാ ഒരു സിനിമയ്ക്ക് വേണ്ടി, പണ്ട് നമ്മൾ കാണുമല്ലോ അമീർ ഖാൻ, രൺബീർ കപൂർ, ബോഡി ട്രാൻസ്ഫോർമേഷൻ നമുക്കും പറ്റും, നമ്മള് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു നമ്മള് തുടങ്ങിയത്. അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. പക്ഷെ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലായി ഇത് അങ്ങനെ അത്ര എളുപ്പമല്ല പരിപാടി പിടിക്കാൻ തന്നെ. കാര്യം എൻ്റെ ഒരു ചാലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 65 kg ആയിരുന്നു ഞാൻ അന്ന്. 65 കിലോ. ഹൈറ്റ് എത്രയാ? 6 feet ഉണ്ട്. 6 feet 180 സെന്റിമീറ്റർ. 83 സെന്റിമീറ്റർ. ഓക്കെ. അപ്പം 65 കിലോ കാറ്റഗറിക്ക്, അല്ലെങ്കിൽ 65 കിലോ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. 65 കിലോ. അതെ. അപ്പം ഞാൻ ഓൾറെഡി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് 65 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് മസിൽസ് കുറവായിരിക്കും, ഫാറ്റ് കൂടുതലായിരിക്കും, പക്ഷെ കാണുമ്പോൾ ലീനായിട്ട് തോന്നും, പക്ഷെ ഫാറ്റ് ആയിരിക്കും. നല്ലൊരു ബോഡി ഫിസിക്കലി നല്ലൊരു കോമ്പോസിഷൻ അല്ല, കോമ്പോസിഷൻ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 65 kg ബോക്സറിന്റെ ലുക്ക് ആവണം. വിച്ച് മീൻസ് ഫാറ്റ് കട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മസിൽ ബിൽഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റെനൻസിൽ കഴിക്കണം. അതായത് നമുക്ക് എത്രയാണോ കാലറി ഇൻടേക്ക്, ആ 65 കിലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. എന്നാൽ ഫാറ്റ് കട്ട് ചെയ്തിട്ട് അതേ ഫിസിക്കല് ഒരുപാട് ബൾക്ക് ആവാതെ മസിൽ മാസ് വരണം. അപ്പം ബൾക്കി ആണെങ്കിൽ കഴിച്ചാൽ മതി, നല്ലപോലെ കഴിച്ച് കയറ്റി മെലിയാനാണെങ്കിലും കാലറി ഡെഫിസിറ്റിലേക്ക് പോയാൽ മതി. പക്ഷെ ഇത് ഒരേ ഇതിൽ ട്രാക്ക് ചെയ്ത് കഴിച്ച് ഫാറ്റ് കുറയുകയും വേണം, മസിൽ കയറുകയും വേണം. അപ്പം അത് എന്നെ സംബന്ധിച്ച് കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പം ഈ നമ്മുടെ ഷിഫാസ് അലി ആണ് ട്രെയിൻ ചെയ്തത്, ജോഫിൽ കോച്ചാണ് ഞങ്ങളുടെ ബോക്സിങ് ചെയ്തത്. ഇവർ രണ്ടുപേരുമാണ് സെറ്റ് ചെയ്തത് എന്നാളെയാ. അത് എന്താ പറയാ, ഒരുപാട് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അവർ ഔട്ട്പുട്ടിൽ ഹാപ്പിയാണ്, അവരുടെ ഡെഡിക്കേഷനിലും ഹാപ്പിയാണ്. കാര്യം അവരാണ് കൂടുതലും. 6 months ആണോ എടുത്തത്? നമ്മൾ 5 months ആണ് എടുത്തത്. 5 monthsലാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ 5 monthsൽ ഈ 65 kg പറഞ്ഞ ഇതിൽ കൊണ്ടെത്തിച്ചു. പക്ഷേ ആക്ച്വലി എല്ലാവരും നല്ല ഫിറ്റ് ആയിരുന്നു കേട്ടോ അതിനകത്ത്. നല്ല രീതിയിൽ വരാൻ പറ്റും. അതും കൂടെ കൊണ്ടാണ് അത് ബിലീവബിൾ ആവുന്നത്. എല്ലാം പിള്ളേർ സെറ്റാണ്. പിന്നെ അപ്പോൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങ് ഇറങ്ങുകയാണ് ബോക്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റി. ട്രാൻസ്ഫോർമേഷൻ ചെയ്തു, പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഹൈ കിട്ടിയ മൊമെന്റ്സ്, നമ്മൾ പണ്ട് സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഒരു പരിപാടിക്ക് മാസ്സായിട്ടുള്ളൊരു സാധനത്തിൽ കൈയടിക്കുക എന്ന് പറയുന്ന ആ ഇമോഷൻ ഒരുപാട് നാൾക്ക് ശേഷം കിട്ടുന്നതാണ് ഒരു ആക്ടേഴ്സിന്. ലാലേട്ടൻ്റെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കനെ പോലെ ഒരു നല്ലൊരു മാസ് സീനിന് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കൈയടിക്കുന്ന സാധനം എല്ലാ സിനിമയിലും കിട്ടൂല. അതും നമ്മൾ തുടക്കക്കാരന് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ എൻ്റെ 1-2 സീനിന് ആ തിയേറ്ററിൽ ആ ഒരു ആവേശം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഓർമ്മയുണ്ടായി. അത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ വിസിലടിച്ചടാ ആണല്ലേ? എനിക്ക് ഭയങ്കര വർക്കായ മൂവിയാണ്. ഞാൻ ഈ വർഷം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതെ, സൂപ്പർ സാധനമായിരുന്നു അത്. അതെ. അപ്പൊ എനിക്കത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക്സ് ടു റഹ്മാനിക്ക, ചിംഷിക്ക, പേരുകൾ പറഞ്ഞ തീരില്ല, ഒരുപാട് പേരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഈ ഖാലിദ് റഹ്മാന്റെ മൂവീസ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും കട്ട്സ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ വർക്ക് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്? കലിപ്പനാണോ? ഭയങ്കര പാവാ. അതായത് കലിപ്പുണ്ട്, പക്ഷെ ആ കലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീമിന്റെ കലിപ്പ് അങ്ങനെയാണ്. അവരിപ്പോ ഒരു തെറി പറഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കത്തില്ലേ, ചെയ്യണം, അല്ലാതെ നമുക്കൊരിക്കലും അത് പേഴ്സണലി ഹേർട്ട് ആവുന്ന രീതിയിൽ അവര് സംസാരിക്കില്ല. നമുക്കൊരിക്കലും ഓക്കെ, അതൊരു ഖാലിദ് റഹ്മാൻ വലിയൊരു ഡയറക്ടറാണ്, ഇവിടെ ഒരു വര
അതിന്റെ അപ്പുറത്ത് പുള്ളി, ഇപ്പുറത്ത് നമ്മൾ. അതില്ല. നമ്മള് ഷൂട്ടിന്റെ സമയത്ത് പുള്ളി ചെയറിൽ ഇരിക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നുള്ളതിന്റെ മാറ്റി വെച്ചാ പുള്ളി ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും ഒരു ക്യാരവാനല്ല, എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20-15 പേര് ഒരു ക്യാരവാന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കാരവാന്റെ ആൾക്കാര് ഇങ്ങനെ നിന്ന അവസ്ഥയുണ്ട്. ആൾക്കാർ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പോലെയാണ് കാരവാനിൽ എല്ലാവരും കയറിക്കൊണ്ട്. അത്രയും എന്താ പറയാ, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. ആരും തമ്മിലൊരു, എല്ലാം ഒരുപാട് പിള്ളേർ സെറ്റ് ഇല്ലായിരുന്നു. അതെ, പിള്ളേർ തന്നെ ഉണ്ട് 10 പേര്. അതിന്റെ പുറമെ ജിംഷിക്ക, എല്ലാവരും റഹ്മാനിക്ക, എല്ലാവരും ഉള്ളിൽ തന്നെ ആയിരിക്കും. അവിടെ ഇരിക്കുക, തമാശ പറയുക, നിലത്തിരിക്കുക, എല്ലാവരും ഇങ്ങനെ നിരന്ന്, സ്ഥലം ഉണ്ടാവില്ല, നിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ക്യാരവനില്. അങ്ങനെ ഇരുന്ന് തമാശകൾ പറയാ. ഇത് 1-2 ദിവസങ്ങളല്ല, 100 ദിവസം ഇങ്ങനെയായിരുന്നു. ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മള് 3.5 മാസം. അതെ. അപ്പൊ ഒരു ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ക്യാരവനിലെ റൂം, ഐ മീൻ സ്പേസ് ഇല്ലാത്ത 20 പേര് ആളായതുകൊണ്ട് അവിടെ തന്നെ ഒരു റൂം എടുത്ത് ഇവര്, മേളിൽ റൂം എടുത്ത്, അതായത് നമ്മളോട് പറയാതെ റഹ്മാനിക്ക റൂം എടുത്ത്, ഒരു AC റൂം, അടിപൊളി റൂം, മേളിൽ ഇങ്ങനെ റൂം എടുത്ത് ആരും അറിയാത്ത രീതിയിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പോയാട്ടാ. റഹ്മാനിക്ക ഒന്ന് തുറന്ന് നോക്കിയപ്പോ അവിടെ ഞങ്ങൾ നിന്റെ അടുത്തൊക്കെ പേടിച്ചാണ് നിങ്ങളോട് പറയാത്ത ഞാൻ ഈ റൂം എടുത്ത്. ക്യാരവാനിൽ ചെന്നപ്പോ നിങ്ങള്, ഇവിടെ വന്നപ്പോ നിങ്ങള് ഇത് പറ്റില്ല കേട്ടോ, നിങ്ങൾ ഏത് റൂം വേണം നിങ്ങൾക്ക് ഇപ്പൊ പറ, എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യണം. ഇങ്ങനെയാണ് റഹ്മാനിക്ക നമ്മളടുത്ത് ഡീൽ ചെയ്യണം. അപ്പൊ ഞങ്ങളില്ല, റഹ്മാനിക്ക ഇവിടെ എവിടെങ്കിലും ഇരുന്നപ്പോയെ ഞങ്ങൾക്ക് റൂം ഇഷ്ടപ്പെട്ട് റൂമൊക്കെ അടിയായിരുന്നു ഞങ്ങൾക്ക്, എവിടെ ഇരിക്കണം, കിടക്കണം. അതുകൊണ്ട് ഒരു വിവേചനോ ഹൈറാർക്കിയോ ഒന്നുമില്ല. എല്ലാവരും അടിയായിരുന്നു. നല്ല സാധനം ആർക്ക് കിട്ടുന്നോ ആർക്ക് വേണം ഇപ്പൊ എടുക്കാം. അപ്പൊ അടിയാ, അതിന്റെയാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും. ഭയങ്കര രസമായിരുന്നു ആലപ്പുഴ. എനർജി, ഇത്രയും പിള്ളേരാണല്ലോ. അതെ, യൂത്ത്ഫുൾ എനർജിയാണ്. ഒരെണ്ണത്തിന് ഉറക്കാൻ പോലും കാണൂല, ഉറക്കമില്ല. രാത്രിയൊക്കെയാണ് നമ്മൾ ആ ബോക്സിങ് സീൻസ് ഒക്കെ എടുത്തത്. 3 മണി 2 മണിക്കൊക്കെ ഉറക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഫുൾ ഓണാണ്. അടിപൊളിയായിരുന്നു മൊത്തത്തില് ജിംഖാന. കളർഫുൾ ആയി അങ്ങ് നിങ്ങൾ അടിച്ചു പൊളിച്ചു. ചേട്ടാ, ഇതിന്റെ ഞാൻ കേട്ടോ, എനിക്കറിയില്ല, ദുബായിൽ ഇതിന്റെ പ്രൊമോഷൻ ആയിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും അലമ്പോ വല്ലതും ആയിട്ടുണ്ടായിരുന്നോ? അലമ്പോ ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. അല്ല, എന്തോ ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ പറയാനുണ്ടായിരുന്നു, പിള്ളേരെല്ലാം വന്ന് ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ഞങ്ങൾ അലമ്പൊന്നായിരിക്കും, അങ്ങനെയുള്ള അലമ്പായിരിക്കും. വൻ അലമ്പ അതല്ലായിരിക്കുള്ളൂ. ഓർമ്മ ദിവസം നമ്മൾ പിടിക്കില്ലല്ലോ. നമ്മുടെ പേരുട്ടൊരു കളി നമുക്കില്ല. അതെ, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ ഇന്റേണലി നമ്മൾ ഭയങ്കര അലമ്പായിരുന്നു. വൈബും കാര്യങ്ങളും. നമ്മളിപ്പോ അങ്ങനെയല്ലേ, ഇപ്പൊ ഈ ക്യാമറ ഓഫ് ചെയ്ത് നമ്മളെങ്ങനെ ഉള്ളൂ. നമ്മുടെ കൊച്ചു കാർത്തി ആദ്യമായിട്ട് അവന്റെ ഒരു പടം അഭിനയിച്ച അതിനകത്താണ്. നമ്മുടെ ബമ്പർ ചിരിയില് സ്റ്റാൻഡപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു 5-6 പെർഫോമൻസ് അവൻ നല്ല രീതിയിൽ ചെയ്ത് ബമ്പറൊക്കെ അടിച്ചിട്ടുള്ളതാണ് ഒരുപാട്. അപ്പൊ അവന്റെ ആദ്യത്തെ മൂവിയും കൂടെ ആണെന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് അവിടെ ഫ്ലോറിലും ഉണ്ടായിരുന്നു. കാരണം അവന്റെ 2-3 സീന് ഭയങ്കര ചിരിക്കാനുള്ള സാധനങ്ങളായിരുന്നു. ഇല്ലേ? കാർത്തിയുടെ കമ്പനി ഉണ്ടോ അങ്ങനെ? ഇല്ലേ? അവന്റെ കൊറേ പിക്കപ്പ് ലൈനുകള്, അതെന്താ പറയോ, ഏത് പ്രോഗ്രാമിന് പോയാലും ഇവൻ പിക്കപ്പ് ലൈൻ പറയിപ്പിക്കും. ഇവൻ പ്രിപ്പയർ ആയിട്ട് പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് ലൈൻ പറയിപ്പിക്കാത്ത ഡയലോഗുകൾ പറയാൻ വേണ്ടിട്ട് പോണ. ഞാൻ ഇനി വരാൻ പോകുന്ന ഗേൾഫ്രണ്ടിൽ ലോയൽ ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പിക്കപ്പ് ലൈൻ പറയില്ല. ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് കുറെ ഗേൾസ് പറയും, ഒന്ന് പറയട്ടോ കാർത്തിയേട്ടാന്ന് പറയുമ്പോ പറയണോ, ശരി പറയാം പറയും. അപ്പൊ നമ്മള് എന്താ അഭിനയം, ഞാൻ പറയില്ല കേട്ടോ, ഞാൻ ഇതിൽ പറയില്ല, ഈ കോളേജിലോട് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു പറയും. ഇത് തന്നെ ചെക്കൻ പാവം, ഭയങ്കര പാവമായി. നസ്ലുമായിട്ടുള്ള ഒരു ബോണ്ടോടാ എങ്ങനെയാണ് നീയും നസ്ലിനുമായിട്ട്? നല്ല ബോണ്ടാ. എല്ലാരും എന്താ പറയാ, ആദ്യത്തെ ഒരു ദിവസമേ ഉള്ളൂ നസ്ലൻ, ലുക്മാൻ, ഗണപതി കേട്ടോ. അതൊന്നും രണ്ടാമത്തെ ദിവസം എടാ ഒന്ന് അവിടെ വന്ന് ഇരിയട ചെറുക്ക, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ പറയാ, ഭയങ്കര ബ്രദർലി ഒരു ഇതാണ്. പിന്നെ അവനോട് ഞാൻ സംസാരിക്കും, എന്താ പറയാ, അവൻ എന്താ പറയാ കുറെ കാര്യങ്ങൾ അവൻ എന്നെ പോലെ വളരെ ചെറിയ ക്യാരക്ടറിൽ നിന്ന് വന്ന് ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റാർഡത്തിലേക്ക് എത്തിയ. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നല്ല പോക്കുപോയാൻ. കഴിഞ്ഞ വർഷത്തെ എന്റെ ഫേവറേറ്റ് മൂവി. അതെ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാടാ
ഈ കരിയർ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഇങ്ങനെ വളർന്നു വരുമ്പോൾ, കാര്യം അവൻ കടന്നു പോയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളായിരിക്കാം, ഒട്ടുമിക്കതായിരിക്കാം ഞാനും ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുക മോസ്റ്റ്ലി. അപ്പം എനിക്കുണ്ടായ പല സിറ്റുവേഷൻ അവൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന നീ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാൻ പറയൂ. അത് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ചെയ്ത്, അത് ഇങ്ങനെ പിടിച്ചായിരിക്കും നല്ലത്, ഇങ്ങനെയൊക്കെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ടിപ്സ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ചെറുക്കനാണ്. മനസ്സിലായി. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് തോന്നിയിട്ടുണ്ട് നസ്ലിൻ. ഭയങ്കര അധികം ബഹളമൊന്നും ഇല്ലാത്ത സംസാരം. അല്ല, അവന്റെ കംഫർട്ട് സോണിൽ അവൻ അങ്ങനെയല്ല. മനസ്സിലായി. കംഫർട്ട് സോണിൽ വരുമ്പോഴാണ്. അതെ, അതിപ്പോ ഞാനാണെങ്കിലും എല്ലാവരും അങ്ങനെയാണ്. എനിക്ക് ഞാൻ ചിലവര് എന്നെ കാണുമ്പോ തന്നെ പറയുന്നത് ഭയങ്കര ജാടയാണല്ലോ എന്നൊക്കെ ചോദിച്ച കുറെ പേരുണ്ട്. ജാട ആയോണ്ടല്ല, ജാട ആയിട്ടില്ല, ഞാനിങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ എല്ലാരും പറയും ഒന്ന് ചിരിക്കടാ. ചിരിക്കാതല്ല, എനിക്ക് അത് നാച്ചുറലി ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നതായിരിക്കും, പറയണ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നതായിരിക്കും. അപ്പം എല്ലാരും വിചാരിക്കും ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കണതാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നസ്ലിനും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാണുമ്പോൾ അവൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, പക്ഷെ കംഫർട്ട് സോണിലേക്ക് കമ്പനിയാണ് എല്ലാവരും. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹ്യൂമർ സെൻസും കൂടെ ആണ് കേട്ടോ. അതാകുമ്പോഴത്തേക്കും ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല താറ്റായിരിക്കും. അതെ അതെ അതെ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഇതിനകത്ത് നമ്മുടെ ലുക്മാൻ ആണെന്ന് തോന്നുന്നു എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ബോഡി സെറ്റ് ആക്കിയെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ലുക്കും നന്നായിട്ട്. മറ്റേ നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോ ആദ്യം കണ്ണു എന്തുവാടാ ഇത് എന്നുള്ളൊരിത് നോക്കി പോയ അങ്ങോട്ടാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വില്ലൻ ലുക്കും കലിപ്പരാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര പാവമാണ് കേട്ടോ. ഭയങ്കര പാവമാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എളിമയാണ്. എനിക്ക് തോന്നുന്നു തല്ലുമാലയുടെ സമയത്താണ് ലുക്മാൻ ബ്രോയായിട്ട് കുറച്ചധികം സംസാരിച്ചത്. അപ്പൊ അപ്പോഴൊക്കെ ഭയങ്കര കാര്യമാണ്. എന്താ എല്ലാരെയും കൊണ്ടുവരണോടാ, എല്ലാവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതെ അതെ, അവരുടെ പോഡ്കാസ്റ്റ് വെർജിനിറ്റി എടുക്കണം. പഴയ ബാലങ്കനായിരുന്നു. ലുക്കു എന്നാണോ വിളിക്കണത്? ലുക്കുമാന്നാ വിളിക്കുന്നത്. ലുക്കുമ്മേ? ആരുടെ ഗേൾഫ്രണ്ടാ? ഇല്ല, എല്ലാരും അങ്ങനെയാ. ലുക്കുമ്മ അതാ വിളിക്കുള്ളൂ, ലുക്കുമാൻ. ഓ, അപ്പൊ ലുക്കുമാ അത് വിളിക്കും. അപ്പം അങ്ങനെ ലുക്കു ആണെങ്കിലും എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ലുക്കിനെ പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും. കാര്യം അവൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് കാറില്ലായിരുന്നു ആ സമയത്ത്, ജിംഖാനയുടെ സമയത്ത് കാറ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ഫണ്ടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എടാ, അവനപ്പം ഫോൺ വിളിച്ച് കുറേ പേര് വിളിക്കും, ഇങ്ങനെ എൻ്റെ ഒരു ചെറുക്കനുണ്ട് ജിംഖാനയിൽ, ഇങ്ങനെ ഒരു പയ്യനുണ്ട് പുതിയ വന്നേ ഉള്ളൂ, ആലിമിലൊക്കെ അവൻ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ അവനൊരു കാറ് വേണം, ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നല്ല എമൗണ്ട് എന്തെങ്കിലും ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് അങ്ങനെ വിളിച്ച് എനിക്ക് വേണ്ടി കുറേ അന്വേഷിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കാറ് മേടിച്ച് ഒരു ദിവസം ഒരു ലിങ്ക് വന്നടാ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ക്ലിക്ക് ചെയ്ത് നേരെ 5 ലക്ഷം പോയി നേരെ ഒരു പോളോ എടുത്ത് അങ്ങനെയൊക്കെ ലുക്ക് ഫസ്റ്റ് കാർ എടുത്തേ. അപ്പം അവിടെ നിന്ന് ഞാൻ പിന്നെ ആലോചിച്ച്, പോളോ എടുത്തല്ല, ഇനിയിപ്പം എൻ്റെ EMI എങ്ങനെ അടയ്ക്കും? അപ്പോൾ ആ EMI അടയ്ക്കാൻ വേണ്ടി ഞാൻ വേറെ ലോൺ എടുത്ത്, എന്നിട്ട് ആ ലോൺ വെച്ച് ഈ ലോൺ അടച്ച്, അങ്ങനെയൊക്കെയാണ് അവൻ. അപ്പം ഇതെല്ലാം എനിക്ക് പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ തരും. അപ്പം എടുക്കല്ലേ? അപ്പം ഞാൻ എടുക്കാം, പിന്നല്ലാതെ എടുക്കാതെ അങ്ങനെ. പക്ഷെ അപ്പം എടുക്കാൻ പറ്റില്ല, എനിക്ക് അത്രയും റിസ്ക് എടുക്കാൻ പേടിയായിരുന്നു. അപ്പം പിന്നെ കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അവൻ പറയാം, എടാ എനിക്കറിയാം നമ്മൾ ഇതൊക്കെ കടന്നാ വന്നേ, എനിക്ക് മനസ്സിലാവും നിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഒരു ചേട്ടനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളും, എന്നാൽ നമ്മളെ പോലെ കടന്നു വന്ന ഒരാളെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ലുക്കു. ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരുപാട്. അതെ, കാരണം ലുക്മാൻ ബ്രോ ഇതുപോലെ ഒരുപാട് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വന്ന സിനിമകളെ കുറിച്ചുള്ള ഗൈഡൻസ് അല്ല, ലൈഫ്, അതെ, ജീവിതത്തിനെ കുറിച്ചുള്ള ഗൈഡൻസ് ആണ് നമ്മൾ. അതാണ് ശരിക്കും തോന്നുന്നു ഒരു ഏതൊരു മനുഷ്യനും പറഞ്ഞു കൊടുക്കേണ്ട അഡ്വൈസ് എന്ന് തോന്നുന്നത് അതായിരിക്കണം. ലൈഫ് ലെസൺസ് ആയിരിക്കണം കൂടുതൽ. ഇപ്പം നീ ഈ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അങ്ങനത്തെ ടോക്കൊന്നും ആരുമായിട്ടും വന്നിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളാണ്, ടിപ്സും കാര്യങ്ങളും. അത് ഭയങ്കര പാടുള്ള കാര്യമാണ്, അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുതൽ ഓടിക്കുന്ന വണ്ടി വരെ ആൾക്കാർ അളക്കും ഭയങ്കരമായിട്ട് അളക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതെ, എന്ത് ചെയ്താലും ചിരിച്ചില്ലെങ്കിൽ ചിരിച്ചാൽ, നടന്നില്ലെങ്കിൽ നടന്നാൽ, ഒരാൾ തോളത്ത് കയറ്റില്ലെങ്കിൽ എല്ലാം
ഭയങ്കരമായിട്ട് എന്താ പറയാ ചൂഴ്ന്നു നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി. അല്ല ചിലപ്പോ എല്ലാരും പാവമാണ്, എല്ലാരും ഒട്ടുമിക്ക എല്ലാരും അവര് നമ്മൾ അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പാവട അവൻ ഇത് ചെയ്തിട്ടാണല്ലോ അവൻ ഇത്രയും ഇത് ബാക്ക് ഫയർ കിട്ടിയെന്നുള്ളത് നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. അതെ, ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ ബ്രോ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി അടുത്തറിയാന്നുള്ള ഒരൊറ്റ ആള് പോലും പുള്ളിയെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരു മോശം കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭയങ്കര പാവമാണ്, അയ്യോ അവനെ പോലെ ഒരു തങ്കക്കുടം വേറെ ഇല്ല. എന്നാ പുറത്തുള്ള ഇമേജ് നോക്കുകയാണെങ്കിൽ എന്തുമാത്രമാണ് ഏറിപ്പോണത്. എന്റെ പൊന്നെ ചുമ്മാ നിൽക്കുക നടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് എയറിലൊക്കെ പോയിട്ടൊക്കെ വരും. അതെ, അപ്പൊ അതാണ് നമുക്ക് ഒരിക്കലും നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞ സാധനമാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ഈ ഒരു ക്ലിപ്പ് കൊണ്ട് മാത്രം ആരെയും ജഡ്ജ് ഏറിപ്പോയിട്ടുണ്ടോടാ ഇതുവരെ? ഭാഗ്യവശാലില്ല. ഇല്ല, അത് ലൈഫിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും വരും. അപ്പോൾ അത് നമ്മളൊരു ഞാൻ പറഞ്ഞ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു സാധനമാണ്. ഒരുപാട് സന്തോഷം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോൾ ഓവറായിട്ട് സന്തോഷിക്കാനും പാടില്ല, വിഷമം വരുമ്പോൾ ഓവറായിട്ട് വിഷമിക്കാനും പാടില്ല. ഒരു മിതത്വം കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏറിപ്പോയാലും എന്തായാലും എന്തെങ്കിലുമൊക്കെ വരേണ്ട ഏറായിരുന്നു, അതെ പോയിട്ട് വരാം അങ്ങ് പോവുക. അതെ, അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാര്യങ്ങൾ. അങ്ങനെ ജിംഖാനയും കഴിഞ്ഞിട്ടാണ് പടക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തിയേറ്ററിൽ റണ്ണിങ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, പൊക്കോണ്ടിരിക്കുകയാണ് പടക്കളം. സിനിമ ഞാൻ കണ്ടില്ല, കാണാം. കാരണം ഇത് നമ്മൾ എടുക്കുന്നതിന്റെ അന്ന് തലേ ദിവസമാണ് റിലീസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഇപ്പൊ റിലീസ് ആയത്. അതെ, അപ്പോൾ ഇത് ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററുകളിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപിന്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ട്രെയിലർ കണ്ടിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ, നമുക്ക് ഷോയിൽ ഇരുന്ന് കാണാമല്ലോ ട്രെയിലർ, റിയാക്ഷനും കിട്ടുമല്ലോ. അതെ, പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസ് വിജയബാബു ബ്രോയുടെ അടുത്ത് പറയണം എനിക്ക് കോപ്പിറൈറ്റ് തരരുന്നത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ. ഓക്കെ സെറ്റ്. അല്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഗസ്റ്റ് വിജയബാബു നേരിട്ട് പറയാം, ഞാൻ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്, എന്നെ പഞ്ഞിക്കിടരുതേ കോപ്പിറൈറ്റ് തന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു നടനെ സൈഡ് അവന്റെ വർക്ക് റിയാക്ട് ചെയ്യുന്ന രസമായിരിക്കും കേട്ടോ. നിക്കേടാ, പടക്കളം ട്രെയിലർ. ഓക്കെ, ആഹാ, സുരാജേട്ടനും ഷറഫ് ബ്രോയും ആണല്ലോ തംബ്നെയിലിൽ കിടക്കുന്നത്. നീ എവിടെയാടാ? ഞാൻ ഉണ്ട് അതിനകത്ത്. എവിടെ ട്രെയിലറിൽ മൊത്തം ഞാൻ ഉണ്ട് ഉണ്ടല്ലേ? എടാ അല്ല, അത് നമ്മൾ ഈ സിനിമയുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അവര് മറ്റേ ബ്രാൻഡ് വാല്യൂ നോക്കിയാണ് എപ്പോഴും ഈ പോസ്റ്ററുകൾ വരാ. അല്ല, അത് വേണം എന്നാണ് എനിക്ക്. അല്ലല്ല, അത് വേണം. പടത്തിന്റെ വിജയമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ വിജയം. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെയും ആ പടത്തിന്റെയും വിജയമാണ് അതിന്റെ ക്രൂവിന്റെ വിജയം. അതെ, ഇവരെ കണ്ട അകത്ത് കയറുമ്പോ എന്നെ കാണുന്നുണ്ടല്ലോ, അത് മതി. അല്ല, അങ്ങനെ തന്നെയാണ് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോ ലാലേട്ടന്റെ കൂടെ നമ്മൾ സൈഡ് ബൈ സൈഡ് ഒബ്വിയസ്ലി ലാലേട്ടന്റെ പടമല്ലേ ഇവിടെ വരുവുള്ളൂ. അതെ, അപ്പം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ നനയുന്നതിന്റെ കൂട്ടത്തില് ചീരയും കൂടെ നനഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടുപേർ കൂടെ കണ്ടാലോ? ഇല്ല, അളിയും കാണും. ഞാൻ മുഖം നോക്കട്ടെ. അയ്യോ, എക്സ്പ്രഷൻ ഇടേണ്ടി വരുമല്ലോ ഇനി. അതിന്റെ കേട്ടോ, നാച്ചുറൽ ആയിട്ട് പിടിക്കണം. ഓക്കെ, പിടിക്കാം. ഓക്കെ, പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടോ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. പെണ്ണും പോയി കിളിയും പോയി. എടാ, അത് കൈ മാത്രമേ എന്റെ ഉള്ളൂ, അടിച്ചത് ഞാനല്ലാന്ന്. അങ്ങനെ ഡിസൈൻ ചെയ്ത ലോകോയിൽ ട്രയാങ്കിൾ കണ്ടു. പുള്ളിക്ക് എന്താ കൂടോത്രം വശമുണ്ട്. എടാ, എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എടാ, ഇപ്പൊ നടക്കുന്ന ഈ കളിയിൽ രഞ്ജിത്ത് സാറ് പെറ്റുവെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്, പരകായ നിയന്ത്രണം. എടാ ചുമ്മാരി മറ്റേ ബോഡി സ്വാപ്പിംഗ് ഒക്കെ ഉണ്ടോ? എടാ, പക്ഷേ ലുഡോ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനാണ് ലുഡോ. ശകുനിയൊക്കെ മഹാഭാരതത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വേറെ വെർഷനാണ്. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളൊന്നില്ല. എന്താ എന്നാലും സാറ് ഇതെങ്ങനെ ബ്രേക്കപ്പ് ആയപ്പോ കിളി പോയല്ലേ? ഈ വിഷയം പുറത്തെറിഞ്ഞു കഴിഞ്ഞ പ്രശ്നം ചാടി പോയത്. അതെ, ഇത് നമ്മുടെ സൂപ്പർ ഹീറോ മൊമെന്റ് ആണെങ്കിലും. എന്ത് ഇത് കഴിഞ്ഞ കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, പിന്നെ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും.
എന്തോ അവരുടെ അത്ര കഴിവൊന്നുമില്ല അയാൾക്കെന്ന് എനിക്ക് തോന്നണം. പണ്ട് ടിപ്പു സുൽത്താനെ ഇതിന്റെ വായിലൊരു പി വെച്ചൊരു ചേച്ചി നിർത്തി. കാർത്തിക തിരുനാൾ രാജാവ് മുട്ടുകുത്തിച്ച സ്ഥലമായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ ഈ ചെന്ന് കയറാൻ പോണത് ഒരു പടക്കളത്തിലേക്കാണല്ലേ. ജിതിൻ കേരളാവിലുണ്ട് പോയി അടി. എടാ എന്ത് പൊളി ഡിസൈനാടാ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാറിനെ കിട്ടിയില്ലേ, കൈയടിക്ക്. നീ അടി. എന്താ നിന്റെ അത് നോക്കി ഓടിക്കടാ. സാറേ ഇന്ത്യ മാർക്ക് ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഇന്ത്യയുടെ അത് മാർക്ക് വേണം. സുബ്ര തീർന്നിട്ടില്ല മതി. എടാ സത്യമായിട്ട് എനിക്ക് കാണാൻ തോന്നിയടാ. ഞാൻ എക്സാഗ്രേറ്റ് എന്ന് പറയണല്ല. ഓക്കെ, എനിക്ക് കണ്ടത് വെച്ചിട്ടുള്ള ഡിഡക്ഷൻ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു എന്തോ ഒരു മന്ത്രവാദ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. മന്ത്രവാദ സെറ്റപ്പ് ഉണ്ട്, ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്ത്, ഒരു ദുരൂഹത ഫീൽ ചെയ്ത്. പിന്നെ സുരാജ് ഏട്ടൻ ഇതിനകത്ത് ടീച്ചറാണ്, എനിക്ക് മനസ്സിലായി. പ്രൊഫസറാണ്. നീ സ്റ്റുഡന്റ് ആണ്. നീയും ബാക്കി 4 അരുൺ പ്രദീപ് ഉണ്ടല്ലേ? അരുൺ പ്രദീപ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 4 പേര് സ്റ്റുഡൻസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഷറഫ് ബ്രോ അവിടുത്തെ സാറാണെന്ന് തോന്നുന്നു. അതെ, ആണ്. ഓക്കെ, ഇത്രയും എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസ് നടക്കുന്നൊരു കഥയാണ്. കോളേജ് ക്യാമ്പസ് നടക്കുന്നൊരു കഥയാണ്. എന്തോ ഒരു മന്ത്രവാദം ഇതിനകത്തുണ്ട്. കാരണം മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു സെറ്റപ്പുകൾ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ എന്തോ എനിക്കത് മൊത്തത്തിലൊരു ഫണ്ണായിട്ട് തോന്നും. സുരാജേട്ടൻ്റെ കോമഡി മിസ് ചെയ്യാത്ത ദിവസം ഞാൻ ഇല്ല. സുരാജേട്ടനകത്ത് നല്ല അത്യാവശ്യം ഹ്യൂമറുള്ള സുരാജേട്ടനും അടിപൊളിയായിട്ട് ഹ്യൂമർ. പഴയ സുരാജേട്ടന്റെ കുറെ ഗ്ലിംസസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അയ്യോ, ഐ മിസ് ഹിം സോ മച്ച്. ഇതിൽ മറ്റേ സാധനമില്ല, പോടാ പട്ടി, അതുപോലത്തെ കൂടാത്ര വശം ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ടപ്പം. അല്ല, പടം ഈ എന്താ പറയാ ഒരു മാജിക്കൽ ഫാന്റസി ജോണറിൽ വരുന്ന സിനിമയാണ്. ഇപ്പൊ ഇന്നലെ റിലീസായി. ഞാൻ 2-3 തിയേറ്റർ വിസിറ്റ്സിൽ പോയി. അത്യാവശ്യം നല്ല ഹൗസ്ഫുൾ ആയിരുന്നു. ലുലു ഇന്നലെ ലുലു ആയി പോയി. അപ്പോൾ അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു രാത്രി. എല്ലാവരും ഭയങ്കര ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല ഫൺ വാച്ചാണ് സിനിമ. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അയ്യോ എടാ, ഇതെനിക്ക് സത്യം, ഇത് കോപ്പിറൈറ്റ് തരരുത്, ഞാൻ വീണ്ടും പറയാണ് ക്ലിപ്പ് ഇട്ടതിന്. അപ്പോൾ എനിക്ക് സത്യം പറയുന്നത് കണ്ടപ്പോൾ കാണാൻ തോന്നിയായിരുന്നടാ. എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത്. ഞാൻ എന്തായാലും നാളെ തന്നെ പോകും. നാളെ തന്നെ ചെന്ന് കണ്ടിട്ട് ഞാൻ വീഡിയോയിലൂടെ തന്നെ അറിയിക്കും. എന്തായാലും ഇത് വർക്കാവും. ഇതിലിപ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഉണ്ട് സാഫ് ബോയ്, അയ്യോ ഞാൻ പറയാൻ വിട്ടു, സാഫ് ബോയ് ഉണ്ടായിരുന്നു. സാഫ് ഉണ്ട്, അരുൺ അജികുമാർ, നമ്മുടെ മലയാളത്തിലെ എല്ലാ ഹിറ്റ് സിനിമയുടെ പോസ്റ്റർ ചെയ്യുന്ന എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. കുഞ്ഞമ്മ, നല്ല കുഞ്ഞമ്മ, എല്ലാം അവനാ ചെയ്യുന്നത്. അവനാ ചെയ്തത്. അപ്പം അവനാണ് ഇതില് വേറൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്, അരുൺ അജികുമാർ, അരുൺ പ്രദീപ്, ഇൻഫ്ലുവൻസർ. പിന്നെ നിരഞ്ജനുണ്ട്, ഷറഫിക്കുണ്ട്, സുരാജേട്ടനുണ്ട്, പൂജ ചേച്ചിയുണ്ട്, പൂജ മോഹൻരാജ്. പിന്നെ ഇത്രയും പേരാണ് സിനിമയുടെ ഒരു മേജർ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഒരു ഫൺ ഫാന്റസി എന്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ആരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്, ഓടിപ്പോയി കാണാം. പക്ഷെ ഒരു കോമഡി എന്ന് പറഞ്ഞാലേടാ, ഇപ്പോ വിജയ് ബാബു ചേട്ടനും നമ്മുടെ ഷറഫ് ബ്രോയും വരുന്ന എപ്പിസോഡ് ചിലപ്പോ നിന്റെ മുന്നേ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആൾക്കാർ വിചാരിക്കും നീ ഇവിടെ പറഞ്ഞല്ലേടാ ഇപ്പൊ അപ്പുറത്ത് പറയാൻ പോണേന്ന്. അപ്പൊ അത് ടൈം ലൈൻ നോക്കേണ്ടി വരും കേട്ടോ. എന്തായാലും ഇതാണ് നമ്മൾ ആദ്യം എടുത്ത പോഡ്കാസ്റ്റ്. ഇതിന് ശേഷമാണ് അവർ രണ്ടുപേരും വരാൻ പോകുന്നത്. അതെ, പക്ഷെ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ അവരുടെ അത് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷം അത് ടൈം ലൈൻ സെറ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല, എന്ത് ടൈമിലും പോയി കണ്ടാൽ അറിയണ്ട. പോഡ്കാസ്റ്റ് എപ്പോഴും ഇട്ടാലും എല്ലാവരും പോയി സിനിമ കാണുക എന്നുള്ളതാണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് തൊട്ട് ആൾക്കാർ അല്ല, പല കിഡിലം പടങ്ങളും മാർക്കറ്റിങ്ങിന്റെ കുറവ് കാരണം ആൾക്കാരിലോട്ട് എത്താതെ പോവാറുണ്ട്. അങ്ങനെ പോവാതിരിക്കട്ടെ. അതെ, നല്ല സിനിമയാണ്, എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്ന എവിടെയാണ്? ഇത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത്, ഒരു കോളേജിൽ. കാഞ്ഞിരപ്പള്ളി, കോട്ടയം.
ജില്ലയൊക്കെ ചോദിച്ചു ജിക്കൊക്കെ ചോദിച്ചാൽ എടുത്തല്ലേ എടാ നീ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ ആയിരിക്കണം. അത് നീ എവിടത്തെ ബസ്സാ അല്ലെങ്കിൽ എവിടെ തൊട്ടാ പോയത്? ഇടുക്കിയല്ലേ? ഇടുക്കി ജില്ലല്ലേ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരംപള്ളി എവിടെയാണെന്ന് നോക്കട്ടെ. പുല്ല് 2 എണ്ണം കണക്കിയാണ്. കാഞ്ഞിരംപള്ളി is a taluk in a town in Kottayam district. Situated about 38 kilometers away from district capital. അപ്പൊ കോട്ടയം. ഇടുക്കിയോ? ഞാൻ പറഞ്ഞില്ല പഠിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റും. അല്ലടാ നീ പോയ അതെന്റെ വഴി കൂടെ പോട്ടെ. കാഞ്ഞിരപ്പള്ളി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. അതെ നമ്മൾ കേട്ടില്ല. ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്ന് പറയാൻ കാരണം എന്താണ്, കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്നൊക്കെ പണ്ട് സിനിമയിലൊക്കെ കേട്ട വെച്ചിട്ടാണ് ഞാൻ കോട്ടയം ഒന്ന് ചാമ്പി നോക്കിയത്. ശരിയാ, കറക്റ്റായിട്ട് സോറി. അല്ല അത് ഫുൾ ഷൂട്ടും കാഞ്ഞിരപ്പള്ളി തന്നെ ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ഓൾമോസ്റ്റ്. സുരാജേട്ടനോട് ആദ്യമായിട്ടല്ലോ വർക്ക് ചെയ്തത്? സുരാജ് അല്ല, 18ാം പടിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എമംഗ് ദ ഗ്രൂപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതില് പ്രോപ്പർ ഗിവ് ആൻഡ് ടേക്ക്. എങ്ങനെയുണ്ടായിരുന്നു സുരാജേട്ടനോട് വർക്ക് ചെയ്തിട്ട്? അടിപൊളിയായിരുന്നു. സുരാജേട്ടന് ഭയങ്കര നമ്മൾ കംഫർട്ട് ആക്കുന്ന ഒരു പ്രകൃതമാണ്. ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എനിക്ക് അതറിയാം. കാര്യം ഞങ്ങള് സുരാജേട്ടൻ വരുന്നതിന് തൊട്ട് മുന്നേ പറയാം, സുരാജേട്ടൻ സ്ട്രിക്റ്റ് ആണ്, എല്ലാരും നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇൻഹിബിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞു തന്നത്? അല്ല, മൊത്തത്തിലൊരു കരക്കമ്പി. സുരേഷേട്ടൻ വരുന്നതിന് മുന്നേ അവിടെ കരകമ്പി ആയിരുന്നല്ലേ? ആയിരിക്കും, എല്ലാവരും നന്നായിട്ട് നിൽക്കണം എന്നുള്ള. പക്ഷെ സുരാജേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് മന്തി കഴിക്കാനൊക്കെ പോകും. ലഞ്ച് ബ്രേക്കിന് സുരാജേട്ടൻ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇന്നെ വിളിച്ച് തരും പുള്ളി, നമ്മളെല്ലാവരും കൂടെ പോകും. അത്രയും കമ്പനിയായിരുന്നു. രാത്രി പുള്ളി നമ്മുടെ റൂമിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ട്. അരുൺ പ്രദീപ് നന്നായി പാട്ട് പാടും. അപ്പോൾ അവൻ ഈ ഗിറ്റാറും കീബോർഡും മൈക്കൊക്കെ ആയിട്ടാ വന്നത്. അവന്റെ വീഡിയോസ് ഒക്കെ വേറെ ലെവൽ വീഡിയോസ്, നല്ല സ്ക്രിപ്റ്റ് ചെയ്യുന്ന പയ്യനാണ്. അതെ. അപ്പൊ ഇവൻ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പായിട്ടാ വന്നത്. അപ്പൊ മൈക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സുരാജേട്ടൻ രാത്രി ഒന്ന് മിമിക്രി പുള്ളിയുടെ പ്രൈവറ്റ് ഷോ ഞങ്ങൾക്ക്. എന്തോരം ഐറ്റം ഉണ്ടെന്നറിയോ സുരാജ്? ഒരുപാട് ഐറ്റം. ആലേട്ടനൊക്കെ അവിടെ വെച്ചിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ. പിന്നെ ബീറ്റ് ബോക്സ് ചെയ്യും പുള്ളി. ബീറ്റ് ബോക്സ് ചെയ്യും. ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു പ്രാവശ്യം വന്നിട്ട് മൊത്തം ഗാനമേള ഒറ്റയ്ക്ക് ചെയ്ത് മൃദംഗമൊക്കെ പൊളിയായിരുന്നു. പണ്ടത്തെ ബീറ്റ് ബോക്സേഴ്സ് ആടാ ഇവരൊക്കെ. ഇപ്പോഴാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പേര് വന്നത്. പണ്ട് ഇത് ഗാനമേള, മറ്റേ മിമിക്സ് ഗാനമേള ഉണ്ടല്ലോ. ഒരാൾ ഘടം വായിക്കുന്നു, ഒരാൾ മൃദംഗം വായിക്കുന്നു, ഒരാൾ മദ്ദളം വായിക്കുന്നു. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ടാലന്റ് അവരല്ല. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നടനാണ് സുരാജേട്ടൻ. പണ്ട് ആ OG നടന്മാരെല്ലാം അങ്ങനെ ഉയർന്നു വന്നവരല്ലേടാ? അതെ, തീർച്ചയായും. അവർക്ക് അതിൻ്റെതായ ബേസ്മെന്റ്. അതെ, അത് നീയും നിനക്ക് ധൈര്യമായിട്ട് അന്തസ്സോടുകൂടി പറയാം. നീ സ്വന്തം കഷ്ടപ്പാടിന്റെ ഫലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അല്ല ഇത്രയും തന്നെടാ. ഇപ്പോ ഇങ്ങനെ ഒരു പടത്തിലൊരു നല്ല റോള് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യം തന്നെയാണ്. അത് അണ്ടർ വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അഭിമാനിക്കാം. അത് എളിമ നമ്മള് അഹങ്കാരം പറയണോ എന്നുള്ളൊരു തോന്നൽ വേണ്ട. അത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്ടാ. തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. ഇതുവരെ ഇത്ര എത്താൻ പറ്റും, അത് ഇത്രയും വേഗം എത്താൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എത്തണം എന്നുണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ചെങ്കിലും സാധിക്കാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് നമ്മുടെ ലുക്ക് മെമ്പർ പറഞ്ഞ പോലെ വണ്ടി എടുത്തോ? വണ്ടി ഞാൻ ഒരു GT എടുത്തു. ആ GT-ലാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. GT-ലാണ് വന്നത്. ലെജൻഡ് സീരീസ് കിട്ടി. ലെജൻഡ് ലാസ്റ്റ് ഇറങ്ങിയ 400. ഞാൻ GT-യുടെ ഭയങ്കര ഫാൻ. GT ഭയങ്കര രസമുള്ള വണ്ടിയാണ്. GT-ക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. കാരണം അത് ഭയങ്കര ക്യൂട്ടാണ്. ആ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. നമ്മളൊരു 100-120 ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ വെണ്ണ ഇറക്കുന്ന പോലെ പോകും. അടിപൊളിയാണ്. ഞാൻ കൊച്ചിലെ പോളോ GT ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടി പോളോ GT എടുക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചതാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് വണ്ടി നാനോ ആയിരുന്നു. നാനോ ആണ് ഓടിക്കാൻ പഠിച്ച വണ്ടി. ഞാൻ അത് ഓടിച്ചു, കുറച്ചാൾ പഠിച്ചു. കഴിഞ്ഞ് ഞാനത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ നാൾ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഏത് വണ്ടി എടുക്കണം എന്നുള്ള ഒരാഗ്രഹം. അപ്പം ഞാൻ ഒന്ന് അത്യാവശ്യം വലിയ വണ്ടി എടുക്കണോ അതോ പഴയ ആഗ്രഹങ്ങൾ സാധിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് എത്തി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്, വലിയ ഇനി പുതിയ വണ്ടി ഒന്നും എടുക്കാതെ GT എടുക്കാം. GT എടുത്തിട്ട് മതി ഇനി എന്തും എന്നുള്ള രീതിയിൽ ഞാൻ നേരെ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു GT-ആണ് ഞാൻ എടുത്ത പോളോ. എന്നിട്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട അതെ, എനിക്ക് ഇതിൽ കിട്ടുന്ന ഒരു ഇതിലെ എന്താ പറയുക, പഴയ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഇപ്പൊ സിനിമ വെച്ചാണെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ
കിട്ടുന്നതും പുതിയതായിട്ട് തന്നെ ഒരു സാധനം കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ പണ്ട് കൊണ്ടു നടന്നിരുന്ന ഒരു സാധനം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതിലാണ് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എന്തും എടുക്കാം. അതിന് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പുതിയൊരു വണ്ടി അല്ലെങ്കിൽ വലിയ വണ്ടി, അങ്ങനത്തെ മോഹങ്ങൾ നമുക്ക് എപ്പോഴാണ് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എനിക്കൊരു ആഗ്രഹമുള്ളതാണ്, ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്ക് അതേതാ ബൈക്ക്? പഴയ നമ്മുടെ ഹിമാലയൻ ഇല്ലേ, പഴയ ഹിമാലയൻ. അത് ഹിമാലയൻ വണ്ടി. അത് തന്നെ. പണ്ട് എനിക്ക് ഹിമാലയൻ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹിമാലയൻ എടുക്കണം എന്നുള്ള ഭയങ്കര പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എപ്പോഴെങ്കിലും സാധിക്കണം എന്നുണ്ട്. അത് സാധിക്കൂടാ. ഇതിന്റെ ഓൾമോസ്റ്റ് സിമിലർ എഞ്ചിനുള്ള ഒരു വണ്ടിയാണ് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. കോണ്ടിനെന്റൽ GT. എനിക്ക് GT ഭയങ്കര ഇഷ്ടമാണ്. അതെ, അത് എടുക്കും. നമുക്ക് എടുക്കാടാ, വരട്ടെ. കുഴപ്പമില്ലാത്ത പരിപാടിയാണ് അത്. ഇപ്പോ സന്ദീപ് ഏത് ഇയറാ ജനിച്ചത്? ഞാൻ 1997. അപ്പൊ ഇപ്പൊ 28 വയസ്സായി. ഓക്കെ. വീട്ടില് സന്ദീപിന്റെ ആരൊക്കെ ഉള്ളേ? വീട്ടില് അമ്മ, അനിയത്തി, അച്ഛൻ. അമ്മ, അനിയത്തി, അച്ഛൻ, കുട്ടു, പട്ടിക്കുട്ടി. ഓക്കെ. അവരൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആണോ? ഒരുപാട് സപ്പോർട്ടാണ്. അവര് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു 90% ഫാമിലിയാണ് എൻ്റെ ഗ്രോത്തിൽ. കാര്യം ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് തൊട്ട് തന്നെ എല്ലാത്തിനും വിടും. പഠിത്തം എന്നുള്ള ഇല്ല, അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊച്ചു നാളായതുകൊണ്ട് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട കാര്യം വന്നേനെ. അങ്ങനെ ഒന്നും ഇല്ലാതെ ഓക്കെ നിനക്കത് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് സിസ്റ്റം ഞാൻ ഇത്രയും വലിയ കാര്യമായിട്ട് പറയാൻ റീസൺ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക എളുപ്പമാണ് വീട്ടുകാർക്ക്. ഓക്കെ, കുഴപ്പമില്ല, ഇവനിപ്പോൾ ഉണ്ടാക്കി തന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു ഇതായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാം. പക്ഷെ അപ്പോൾ അന്നതില്ല. ഞാൻ വളർന്ന് എന്തേലും ആയിത്തീർന്നാലേ ഒന്ന് ഫാമിലി നന്നായിട്ട് വരത്തുള്ളൂ എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അവരെന്നെ ഈ വക കാര്യങ്ങൾക്ക് വിട്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി പഠിക്കുകയാണ്. അനിയത്തി VFX ആണ് പഠിക്കുന്നത്. അവർക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, അവർക്ക് VFX തന്നെ ഇഷ്ടം. അതാണ് ഫാമിലി. കുട്ടു എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ട്. ഞാൻ ഭയങ്കര ഡോഗ് ലവറാണ്. ഏത് ബ്രീഡാ ഡോഗ്? ഇത് ലാസാപ്സോ ഷിറ്റ്സു ക്രോസ് ആണ്. അയ്യോ, എന്റേതും ഒരു ലാസാപ്സോ. ഇതുപോലെ സ്നേഹം പിടിച്ച ഒരാള്. അത് മാത്രമല്ലേ, ചില സമയം നമുക്ക് തോന്നും വല്ല കള്ളന്മാരും വന്ന് ഞുഞ്ഞുന്നാക്കി അവരെ കൂടെ കയറി അങ്ങ് പോകും. അല്ലേ, തോന്നിട്ടില്ലേ? പക്ഷെ എന്റെ ഇച്ചിട്ടാ ആണോ? അങ്ങനെ അതാ ലെസാപ്സോക്കകത്തുള്ള ഷിറ്റ്സു ആണ്. കാരണം എന്റേത് മറ്റേ ലെസാപ്സോ ആയതുകൊണ്ട് അയ്യോ അത് ആരെങ്കിലും പറഞ്ഞ അവരുടെ കൂടെ കയറി പോകണം. അപ്പം അതാണ് ഒരു ഭയങ്കര കുഞ്ഞു ഫാമിലിയാണ്. ഭയങ്കര ക്ലോസ് ഫാമിലിയാണ്. സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയാണ്. ഇപ്പോഴാണെങ്കിലും എന്റെ നമ്പർ 1 ഫാൻ എന്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്താ? സന്ധ്യ. അച്ഛന്റെ പേര്? പ്രദീപ്. സന്ധ്യ, പ്രദീപ്, സന്ദീപ്. ഓ, അങ്ങനെയാണ് സന്ദീപ്. സിസ്റ്ററിന്റെ പേരോ? സഞ്ജന. അതില് ഇല്ല. ഇല്ല, സഞ്ജന ഞാൻ ഇട്ട തരാം. ആണോ? എന്താ സഞ്ജന എന്ന് പേരിട്ടോ? ഇല്ല, സന്ദീപ് ഞാനായോണ്ട് നീ സഞ്ജന എന്ന് ഇടാം. കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളങ്ങനെ പല പരിപാടികളും ചെയ്തു. ഓ, എന്തായാലും പടക്കളം എന്ന മൂവി ഞാൻ ഇന്ന് തന്നെ പോയി കാണാടാ. ഇന്ന് തന്നെ കാണാം. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. ആക്ച്വലി എനിക്ക് എന്തോ എൻ്റെ മനസ്സ് പറയുന്നു. ചില സമയത്ത് ജിംഖാന ഇറങ്ങുന്നതിന് മുന്നേ കോട്ടൻ നസീർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഇതാണ് മൂവിയുടെ ഒരു പ്ലോട്ട്, ഇത് നല്ല രീതിയിൽ പോവാൻ സാധ്യത ഉള്ളൊരു പ്ലോട്ടാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നു. നല്ല പടമായിരിക്കും. ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുപോലെ ഇതിൻ്റെ ട്രെയിലർ, ഇതിനെക്കുറിച്ച് ആരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ കാണുന്നത്. കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഇഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഞാൻ പോയി കാണാം ഡെഫിനറ്റ്ലി. അപ്പോൾ ഇന്നിപ്പം നിങ്ങളുടെ തന്നെ ക്രൂവിൻ്റെ പോഡ്കാസ്റ്റ് എടുക്കാറുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പടം പോയി കാണാം. തീർച്ചയായിട്ടും. സന്ദീപ് ഇപ്പം എറണാകുളത്ത് സെറ്റിൽഡ് ആണോ അതോ? അതെ, ഇപ്പം ഞാൻ ഒരു 6 വർഷമായിട്ട് സിനിമ വന്നപ്പോൾ തൊട്ട് എറണാകുളം സെറ്റിൽഡ് ആണ്. നാട്. വൈക്കമാണ് നാട്. എറണാകുളം ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. എന്താ എറണാകുളം ഇഷ്ടപ്പെടാൻ കാരണം?
ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തും അനന്തേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വീട് എരൂര, എറണാകുളത്താ. പുള്ളി ലിസ്റ്റിയിൽ വന്ന് പഠിക്കുന്നേ ഉള്ളൂ, അവിടെ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചത്. പക്ഷെ ഇവര് ബേസ് ചെയ്തേക്കുന്ന ഇതാ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഓൾമോസ്റ്റ് മിക്കവരും ഈ ഒരു ലൊക്കാലിറ്റിയിലാണ്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ബസ് കയറി ഇങ്ങോട്ട് വരുമായിരുന്നു ഇവരുടെ കൂടെ കമ്പനി അടിച്ച് നടക്കാൻ. എൻ്റെ വൈക്കത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമാപരമായ ഷോർട്ട് ഫിലിം ഷൂട്ടും മിക്കതും ഇവിടെ ആയിരുന്നു, എറണാകുളത്തായിരുന്നു. അപ്പം എനിക്ക് എറണാകുളത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാൻ വളർന്നു വന്ന സിനിമ ചെയ്താണെങ്കിലും ആദ്യമായിട്ട് ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്ത നാട് എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും എല്ലാം കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട്സ് ഒക്കെ വല്ലതും ഉണ്ടോ അവിടെ കൊച്ചിയിൽ? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്ന ഫുഡ് കഴിക്കാൻ പോകുന്ന കഫേസ്? അല്ല, നമ്മൾ ഓരോരോ എന്താ പറയാ അങ്ങനെ ഒരു കഫേ മൂഡല്ല. മണ്ണിന്റെ മണമുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ചായക്കട ഏതെങ്കിലും ഒരു നമുക്ക് കുറച്ച് ചായക്കടകളുണ്ട് കാക്കനാട് ഓരോ മുടുക്കില് ചായക്കടകളുണ്ട്. അവിടെയൊക്കെ പോയി ഒന്ന് ചായ കുടിക്കും. പിന്നെ കൂടുതലും നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിന്റെ അടുത്തുള്ള പരിസരം അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ പ്രോപ്പർലി ഒരു ഹാങ് ഔട്ട് സ്പോട്ട് അങ്ങനെ ഒരു സംഭവമില്ല. പല സ്ഥലത്തായിട്ടാണ്. കാക്കനാടായിരിക്കും കൂടുതലും. കാക്കനാടാണ് മെയിൻലി വേസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? ഈ അന്ന് ആദ്യം പറഞ്ഞില്ലേ 9ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം വരുന്നതും അവിടെ നിന്ന് പോകുന്നതെന്ന്. അപ്പോൾ അന്നത്തെ സന്ദീപ് ഇപ്പോഴത്തെ സന്ദീപിനെ കാണാൻ എന്തായിരിക്കും വിചാരിക്കണത്? ഞാൻ അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്ത് വിചാരിക്കണം? എങ്ങനത്തെ ചിന്തയാണ്? അല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞാൻ സിനിമയിലെത്തി, അല്ലെങ്കിൽ ഈ ഒരു ഇത് തന്നെയാണോ നീ ഉദ്ദേശിച്ച അന്നത്തെ കാലത്ത്? അതെ, ഞാൻ എന്താ പറയാ ഉദ്ദേശിച്ചതിൽ കൂടുതലാണ്. പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേടാ ഉള്ളൂ. അതെ, അത്ര ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇത്ര എത്തിപ്പെടാൻ പറ്റിയ. ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം ഇതാവുള്ളൂ. ഞാൻ അന്ന് ആഗ്രഹിച്ചത് എന്താ പറയാ എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ നായകനാവണം എന്നൊക്കെ കൊച്ചാൾ ആഗ്രഹിക്കാലോ. അതെ, ആഗ്രഹത്തിനൊരു കുഴപ്പമില്ല. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതെ പണ്ട് എടാ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹങ്ങൾ കൈ കണക്കില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച റൂട്ടിലല്ല പോയെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റൂട്ടിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് 23-ലെങ്കിലും ഒരു 26-27 ആയപ്പോ തന്നെ ഒരു ബ്രേക്ക്, ഇല്ലെങ്കിൽ 25 ആയപ്പോ തന്നെ ഒരു ബ്രേക്ക് കിട്ടി. സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ കിട്ടി. അത് അത്ര ഏർലി ആയിട്ട് ആവണം എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നത് കൊണ്ടായിരിക്കാം ആ സമയത്ത് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഴപ്പമില്ല, ഒരു 28 വയസ്സൊക്കെ ആകുമ്പോൾ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചു പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ആയനെ. കുറച്ചും കൂടെ നമുക്ക് ടൈം ഉണ്ടെന്നുള്ളൊരു മെന്റാലിറ്റി വരും. ഇത് ഭയങ്കര കുറച്ചും കൂടെ റഷ് ചെയ്ത് അവസരങ്ങൾക്ക് വേണ്ടി ഭയങ്കര ആർത്തി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നിനക്കൊരു ടെൻഷനും ഇതിനെക്കുറിച്ച് ഒരു വേവലാതി ഉണ്ടെന്ന് മഞ്ചേച്ചി ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടല്ലേ, ആങ്സൈറ്റിയാ മൊത്തത്തില്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആങ്സൈറ്റിയാ, എങ്ങനെയെങ്കിലും ഇതാവോ, അത് ശരിയാവോ, നല്ല പടം വരുമോ, അതാണോ, അങ്ങനെ ഒരു അത് അല്ല ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അവൻ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടെൻഷനുകളാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറഞ്ഞു. പിന്നെ അതങ്ങനെയാണല്ലോ കപ്പൽ ഇറക്കുമ്പോ മറ്റിങ്ങനെ ഒരു തിര കഴിഞ്ഞാലല്ലേ ഒന്ന് സമാധാനം ആവാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ ആങ്സൈറ്റി എപ്പോഴും നല്ലതാണ്. ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ആങ്സൈറ്റി നമുക്ക് തരും. അപ്പോൾ നമ്മൾ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരിക്കുവേ, എന്നാൽ മാർക്ക് വരുമ്പോൾ ഭീകര മാർക്കാണ്. നീ ആ ടൈപ്പിലുള്ളതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. മാർക്കൊന്നുമില്ല, പക്ഷേ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. വർക്കൗട്ടായിട്ടുണ്ട്. അതെ, അതായിരിക്കാം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി അങ്ങോട്ട് സമയം കിടക്കുന്നേ ഉള്ളൂ. കാരണം കുറേ പുതിയ നടന്മാർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് കൺമുന്നിൽ ഇങ്ങനെ കാണാം. നമുക്കിങ്ങനെ ഒരു ബ്രോഡ് ക്യാൻവാസ് നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ആരൊക്കെയാണ് എഫേർട്ട് ഇടുന്നത്, എവിടെ നിന്നൊക്കെ ആരൊക്കെ എത്രത്തോളം വളരുന്നുണ്ട്, അവരെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു സ്പോട്ടിലാണ് ഇപ്പോൾ, അത് കീപ്പ് ചെയ്ത് പോയാൽ മതി. അതിനാണ് ആഗ്രഹം. ഫേവറേറ്റ് ആക്ടർ ആരാ മലയാള ഇൻഡസ്ട്രിയിലെ ഒരാളെ? അങ്ങനെ ഓരോ സെക്ടറിലും ഓരോരുത്തരുടെ ആരാധനയാണ്. ഡിപ്ലോമാറ്റിക് അല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ എന്താ പറയാ, ഒന്നുമില്ല. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ ഒരു പരിപാടി എനിക്ക് അഭിനയിക്കണം എന്നെനിക്ക് ആഗ്രഹം വരുവാണെങ്കിൽ ഞാൻ ആദ്യം പൃഥ്വിരാജ് ചേട്ടനെ എടുത്ത് നോക്കും. അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഒരു കുറച്ചും കൂടെ വേറൊരു മൂഡ് ഇങ്ങനെ പിടിക്കുക. അല്ലെങ്കിൽ ഓരോ
ഓരോ ഇമോഷനും ഓരോരുത്തരുടെ മാസ്റ്റേഴ്സാ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ആക്ടറും നമുക്ക് ജെമ്മാണ്, ഓരോ പരിപാടിക്ക് ജെമ്മാണ്. ഇപ്പൊ വെയിലും മഴയെന്ന് പോലെ മഴക്കാലത്ത് മഴ എന്ന പോലെ ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. രണ്ടും വേണം, നമുക്ക് എല്ലാം വേണം. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു തോട്ടം? അതല്ല പക്ഷേ ഓരോ സമയത്ത് ഓരോന്ന് വിളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിച്ചതായിരുന്നു. നല്ല എക്സാമ്പിൾ, ഉപമ കൊള്ളായിരുന്നു. അതെ, വെയിലും വേണം മഴയും വേണം നമുക്ക്. അതെ, അപ്പം ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നാലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ലാലേട്ടനും മമ്മൂക്കയാണ് രണ്ട് ചേരി തിരിഞ്ഞ് നിന്ന സമയത്ത് ഏത് ചേരിയിലായിരുന്നു? ഇപ്പൊ ചോദിക്കുവാണെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാ. കൊച്ചിലെ ഞാൻ എന്താ പറയാ ലാലേട്ടൻ ഫാനായിരുന്നു, ഫാൻ ബോയ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ആക്ച്വലി അതിനെ കുറിച്ച് സംസാരിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം എന്താ പറയാ, അതിനൊരു ഉപമ പറയട്ടെ. ഞാൻ ഉപമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാടാ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു കൊട്ടാരം പണിയാന്ന് വിചാരിക്കുക. അപ്പൊ 2 തൂണ്, അപ്പൊ പണിത് വരുന്ന സമയത്ത് ആ ഒരു കാലത്തിൽ നമുക്ക് പറയാം ഈ തൂണിന്റെ കളർ ഇങ്ങനെയാണോ, ഈ തൂണാണോ ബെറ്റർ, ആ തൂണാണോ ബെറ്റർ എന്നൊക്കെ പറയാം. അത് പണിത് ഒരു കൊട്ടാരം ഒരു 60-70 വർഷം പിടിച്ച് നിർത്തിയ 2 തൂണിന്റെ അടുത്ത് പോയിട്ട് 70ാമത്തെ വർഷം ചെന്നിട്ട് ഇതിലേത് തൂണാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് ഭയങ്കര മണ്ടത്തരാണ്. അപ്പൊ അത്ര തൂണുകളാണ് നമ്മുടെ കൂടെയുള്ള ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും. പിന്നീട് അവർ ഇത്രയും നമ്മുടെ മലയാള സിനിമേനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ഇപ്പൊ ചെന്നിട്ട് അവരാണോ ചോദിക്കുന്നത്, അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം ചോദിക്കുന്നത് പോലെയാണ്. അങ്ങനെ ചോദിക്കരുത്, ഇപ്പൊ ചോക്കരുത്. ആൻസർ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിട്ട് നീ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല, അത് ശരിക്കും സാധാരണ ഇങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്കും ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പൊ ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ലാലേട്ടൻ, ഞാൻ അന്നും എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തോ ഒരു കണക്ഷൻ കിട്ടുന്ന പോലെയാണ്. പക്ഷേ ഒരു ആക്ടർ എന്ന രീതിയിൽ നീ പറഞ്ഞ ഉത്തരം ബ്യൂട്ടിഫുൾ. ഓ, താങ്ക് യു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഇൻസൾട്ട് ആണ് അത്. അങ്ങനെ ചോദിക്കരുത്. കാര്യം ലാലേട്ടനാണോ മമ്മൂക്കയാണോ ചോദിക്കാൻ പാടില്ല. രണ്ടും നമുക്ക് വേണം, രണ്ടും അത്രയും വേണ്ട ഒരു ഘടകമാണ് നമ്മുടെ മലയാള സിനിമയിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു വിജയം ഇനി വേണ്ട എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വേണ്ട, ഇനി അങ്ങോട്ടൊന്നുള്ളതല്ല, കുറച്ച് നാളുകളായിട്ട് വേണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഫേവറേറ്റ് മൂവി എന്ന് പറയുകയാണെങ്കിൽ ഒരു മൂവി എടുക്കുന്ന ഏതായിരിക്കും? ഗോ ടു മൂവി ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് അപ്പ് ചെയ്യാനായിട്ട് കാണുന്ന രീതിയിലുള്ള മൂവിയോ അല്ലെങ്കിൽ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുള്ള മൂവിയോ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്? പഴയ സിനിമകളെല്ലാം കാണാൻ എനിക്ക് ഇഷ്ടം. 90s സിനിമ, 2000s ഇഷ്ടപ്പെട്ട പറക്കുന്നില്ല, കിലുക്കം, ലിസ്റ്റ് ഗോസ് ഓൺ. അറിയാലോ, ആ ഒരു സെക്ടർ പടങ്ങളില്ലേ, അതാണ് എന്റെ ഗോ ടു മൂവീസ്. സമാധാനം കിട്ടണമെങ്കിൽ പോയി ഇതൊക്കെ എത്ര റിപ്പീറ്റ് കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. അതിന് നമ്മൾ ഇപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ്. അയ്യോ എന്ത് മാത്രം മുതലാളി, ടീഷർട്ടുകൾ വരെ അവരിതിന്റെ പേരിലാണ് ഇറക്കുന്നത്. ഒരു കാലഘട്ടം സൃഷ്ടിച്ചു വെച്ച ഒരു ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഏജ് കടന്നുപോയി ഇപ്പോഴത്തെ പിള്ളേർക്ക് പറയാം ആ ഡയലോഗുകള്. അതുകൊണ്ട് അതൊക്കെ മാസ്റ്റർ. അതാണ് ഗോ ടു മൂവീസ് എന്ന് പറയുന്നത്. ഗോ ടു മൂവീസ് അല്ല, ഫോറിൻ മൂവീസ് ഒക്കെ കാണാറുണ്ടോ? ഒരുപാട് ഈ പറയുന്ന കണ്ടിരുന്ന ഒരു കാലമുണ്ട്, ഇപ്പൊ കുറവാ. ഇപ്പൊ കാണണം, കുറച്ചും കൂടെ കാണാൻ അപ്ഡേറ്റ് ആവാൻ എന്നാലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പൊ ഇരുന്ന് കാണുന്നത്. മൊത്തത്തിൽ പണ്ടത്തെ പോലെ 12th പഠിക്കുമ്പോൾ വേറെ പരിപാടി കാണാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ടൈമിന്റെ ഒരു വ്യത്യാസം വന്നത് കൊണ്ടാണ് കൂടുതലും പറ്റാത്ത. ആഗ്രഹമുണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ഫോറിൻ സിനിമാസിൽ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു മൂവി ഏതാണ്? അതും ക്ലാസിക്സ് ആയിരിക്കുള്ളൂ. ക്ലാസിക്സ് എനിക്ക് ടൈറ്റാനിക് പോലുള്ള. ടൈറ്റാനിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്ന അവിടെ ചുമ്മാരി. അതായത് കുഞ്ഞായിരുന്നു. അതായത് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, അമ്മ പറഞ്ഞ ഓർമ്മയാണ്. അങ്ങനെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറെ കയറാൻ. ഒരു വയസ്സിൽ ഞാൻ ഓർക്കുന്നു ഞാൻ ടൈറ്റാനിക്കിൽ മുങ്ങിപ്പോയത്. തരില്ല ഞാനത്. അപ്പൊ അമ്മ പറഞ്ഞു ഇതേപോലെ ടൈറ്റാനിക്കിലാണ് നിന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ വിധിയായിരുന്നു. നീ ഇരുന്ന് കരഞ്ഞാണോടാ? എനിക്കറിയാം. അമ്മ പറഞ്ഞു, അതായത് മറ്റേ പ്രൊപ്പല്ലറിന്റെ ഒരു സീൻ, ഒരു ലാസ്റ്റ് മറ്റേ ആ സാധനമില്ലേ, അത് വന്നപ്പോ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു. ഭയങ്കര സൗണ്ട് ഇതായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ടൈറ്റാനിക് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ലിയനാർഡോ ഡികാപ്രിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ഹോളിവുഡില്. ലിയനാർഡോ ഡികാപ്രിയോയുടെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര 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 ലെജൻഡറി റോളുകൾക്ക് അവസാനമാണ് ദ റെവനന്റിന് പുള്ളിക്ക് ഓസ്കാർ കിട്ടുന്നത്. ഭയങ്കര
അതെ, കിടില ഈ ആക്ടർ. വൺസ് അപ്പോൺ ടൈം ഹോളിവുഡിലെ ഒരു കൊച്ചു എന്ന് പറയത്തില്ലേ, ദാറ്റ് വാസ് ദ മോസ്റ്റ് എന്താ ഹിസ്റ്റോറിക് ആക്ടിങ് ഐ ഹാവ് സീൻ. പുള്ളിയുടെ ഒരു താങ്ക് യു അത് ഇടക്കിടക്ക് ഞാൻ കാണും. ആ ഒരു സീൻ മാത്രമേ ഇന്ന് കാണും, എവിടെയൊക്കെയോ കൊള്ളും. അതെ, എനിക്കത് അതിനകത്ത് ബ്രാഡ് പിറ്റും തീവ്ര ആക്ടിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓഫ്. നല്ല കൊറിയൻ പടങ്ങൾ കാണാറുണ്ടോ? കൊറിയൻ പടങ്ങൾ കുറവാ, കണ്ടിട്ടുണ്ട് അവിടെ നിന്നിട്ട് കണ്ടു. പക്ഷെ പെട്ടെന്ന് മെമ്മറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കുറവാണ്. കൊറിയൻ പടങ്ങൾ കുറവാണ്. അന്യഭാഷാ ചിത്രങ്ങൾ അധികം അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇതാണ് എന്റെ മെമ്മറി പ്രശ്നമുണ്ട് കേട്ടാ. എടാ മറ്റേ എടാ മറ്റേ പടം ഏതായിരുന്നടാ, ഗ്രീൻ കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത പടം. ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ റെഫറൻസ്. ഗ്രീൻ കളർ ഗ്രേഡ് ചെയ്ത പടോ? അത് വരും, കറങ്ങി തിരിഞ്ഞ് വരും. നമുക്ക് വിടാം. അത് നമുക്ക് ആ കമന്റിൽ ആൾക്കാർ പറഞ്ഞു തരും. ഗ്രീൻ കളർ ഗ്രേഡ് ചെയ്ത കൊറിയൻ പടം ഏതാ ഭയങ്കര ഫേമസ് ആണ്. ഞാനത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേടാ എനിക്കത്. അയ്യോ, ഭയങ്കര മെമ്മറി പ്രോബ്ലം. അത് കുഴപ്പമില്ല. അത് അങ്ങോട്ട് പോകുമ്പോൾ ഓർമ്മ പറഞ്ഞേ എടാ ഈ സംഭവം എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോഴേടാ നമ്മള് സാധാരണ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഉള്ളതാണല്ലോ, നമുക്ക് ഓരോ സമയമുള്ളത് കൊണ്ട് നമുക്ക് പല പല മേഖലകളിൽ ടച്ച് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ശരിക്കും നമ്മുടെ ബ്രെയിൻ വർക്കിംഗ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ റാൻഡം ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് പോഡ്കാസ്റ്റ്, ഇഷ്ടപ്പെട്ടു. ഇതാണല്ലേ പോഡ്കാസ്റ്റ്, കൊള്ളാം. ഇത് 1-2 കൂടെ പിടിക്കാം, ഇത് 1-2 വാങ്ങി വീട്ടിൽ വെക്കാം. ഇത് രസമുണ്ട്. താങ്ക് യു. അയ്യോ, വെൽക്കം. അയ്യോ, ഈ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഫാമിലി അടുപ്പം ആരുമായിട്ടാ? എല്ലാവരും അറ്റാച്ച്ഡ് ആണ്. കൂടുതലും എനിക്ക് തോന്നുന്നു അമ്മയായിരിക്കും. കുറച്ചും കൂടെ എന്നും അച്ഛൻ ദുബായിലാണ്, അനിയത്തി പഠിക്കാൻ പോവും. അപ്പം എന്നും കാണുന്ന ആള് അമ്മയാണല്ലോ. അമ്മയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള്. അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ആള്. അമ്മയാണ് എനിക്ക് എന്താ, ഒരു അമ്മ വന്നിട്ട് പറയാണ് സ്കിന്നൊക്കെ നോക്കണം, നടനാവാൻ പോവാണ്, എണ്ണ വെച്ച് കുളിക്കണം, ഞാൻ കുളിപ്പിച്ചുതരാം. അമ്മയാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു അമ്മയായിട്ടായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഈ ഫോറിനിൽ അല്ലെ പുറത്ത് പോയിന്ന് ജോലി ചെയ്യുന്ന അച്ഛന്മാരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവരവിടെ ചെന്ന് നിന്ന് ഈ എടുക്കുന്ന എഫർട്ടുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സാധനം എപ്പോഴും അത് എന്നെ അതുകൊണ്ട് ഇപ്പം എൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ ഒരു ഫൈനാൻഷ്യലി ഒന്ന് സെറ്റായ സമയത്ത് ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞ അച്ഛാ മതി, ഇനി വർക്കൊന്നും വേണ്ട, അച്ഛൻ ഇവിടെ നിൽക്ക്, എന്നിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കണുണ്ടാ. ഇല്ല, അവിടെ പണി ഇവിടെ പണി ഇല്ല, അവർക്കൂടെ പറ്റൂല. അത് ഞാനിപ്പോ അച്ഛൻ ഇപ്പോഴും ദുബായിൽ വർക്ക് ചെയ്യാം. ഞാൻ പറയും അച്ഛനോട് വേണപ്പോ ഒന്നു കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഇല്ല, പണിയെടുക്കട്ടെ, കുറച്ചാളും കൂടെ നിൽക്കട്ടെ, ഇതല്ല നമുക്ക് വേണ്ടത്, കുറച്ചും കൂടെ നീ ആവാനുണ്ട്, എനിക്ക് തോന്നുമ്പോ ഞാൻ വരാം എന്നാണ് പറഞ്ഞേക്കുന്നത്. എടാ പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോഴത്തെ വരുന്ന ജനറേഷനിൽ ഫാമിലിയോട് അത്ര അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി അത്രയും പ്രൊവൈഡ് ചെയ്യാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന്റെ അളവ് ക്രമാതീതമായിട്ട് ഭയങ്കര കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്താ പറയാ, എൻ്റെ സർക്കിള് മൊത്തം അടിപൊളി സർക്കിളാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ടർ കേട്ടറിയുള്ളൂ, എനിക്ക് നേരിട്ടറിയില്ല. കാര്യം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് സർക്കിൾ എല്ലാവരും ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്. അവര് കൂട്ടുകാർക്കും ഫാമിലിക്കും വേണ്ടി ജീവൻ കൊടുക്കാൻ റെഡിയാവുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ഞാൻ സിനിമയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ, ലൂമിയർ ബ്രോസ് എന്ന് പറഞ്ഞൊരു ഗ്യാങ്, ഇവര് ആഫ്റ്റർ ഓൾ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ വന്ന ആൾക്കാരാ. ഇപ്പൊ ആനന്ദേട്ടൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ വരാടാ, അങ്ങനെ വന്ന ആൾക്കാരാ. അവരിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരാണ് എൻ്റെ ഇന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ബ്രേക്കായി പോയിട്ടില്ല ഒരു സ്ഥലത്തും. അപ്പം എപ്പോഴും കൂടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ, ഇവിടെ തുറന്നോ അങ്ങനെ ചുമ്മാ അന്ധവിശ്വാസങ്ങൾ. ഓക്കെ, എനിക്ക് കുറെ ക്ലാപ്പുകളുണ്ട് ഉണ്ടല്ലേ, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഈ പറയുന്ന ബന്ധങ്ങൾ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. അതിലാണ് എല്ലാം ഉണ്ടായത്. ഇപ്പൊ നിതീഷ് ചേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫാലിമി സമയത്ത് പുള്ളിക്ക് അന്ന് ഷോർട്ട് ഫിലിം കണ്ട് എന്നെ വിളിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും കാലങ്ങൾക്കപ്പുറം പുള്ളിക്ക് ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്, പല ആൾക്കാരെ വെക്കാം. അന്നും എന്നെ തന്നെ വെച്ചത് എന്നോടുള്ള ഒരു സ്നേഹം, ബന്ധം, വാല്യൂ, റിലേഷൻഷിപ്പ്. അപ്പം ഏത് ഫീൽഡിലാണെങ്കിലും
നമ്മൾ നല്ലതായിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. നമ്മൾ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. നമ്മളൊരു വർക്കിനൊക്കെ പോകുമ്പോൾ മാക്സിമം നല്ല സഹകരിച്ച് എന്ന് നല്ല എൻഗേജിങ് ആയിട്ട് സമാധാനപരമായ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മൾ വിളിക്കാൻ ഒരു ആഗ്രഹം വരുവാടാ. അതെ. അപ്പോൾ ഫേക്ക് ചെയ്യരുത് തോന്നിയിട്ടുണ്ട്. അതെ, ഓക്കെ ഞാൻ ഇവരോട് നന്നായിട്ട് നിന്നാ ഇവരുടെ ഒരു പടം വരും എന്ന് അങ്ങനെ നിൽക്കണത് മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ആവണ്ട. നമ്മള് റിയൽ ആയിട്ട് നമുക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോ ദേഷ്യം വന്ന് എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടം പോലെ അവരുണ്ട്. എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു നീ കാണിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ ആണല്ലേ, ഓക്കെ. അപ്പൊ ഞാനത് ആലോചിച്ചിട്ട് ആ പറയുന്നത് കറക്റ്റ് ആണെന്നെങ്കിൽ മാറ്റാം, അല്ല കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ കാര്യം എല്ലാവരും ഹാപ്പി ആക്കി നമുക്കൊന്നും ലൈഫിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. 100% നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു 90 പേര് സപ്പോർട്ട് ചെയ്താലും ഒരു 10% സപ്പോർട്ട് ഇല്ല. അമ്മ തല്ലിയാലും 2 പക്ഷം പറയുന്ന ആൾക്കാരാണ്. അതെ, അത് നമ്മൾ റിയാലിറ്റിയിൽ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ പീപ്പിൾ പ്ലീസറായി പോകും. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാകാൻ തുടങ്ങും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്താ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത. പിന്നെ നമ്മൾ സെൽഫ് ഡൗട്ടിൽ പോകും. പിന്നെ നമ്മുടെ വർക്കിനെ എഫക്ട് ചെയ്യും, നമ്മുടെ പെരുമാറ്റത്തിനെ എഫക്ട് ചെയ്യും, നമ്മൾ ഡിപ്രഷനിലോട്ട് നമ്മൾ ഏകദേശം നമുക്കൊരു മോറൽ സിസ്റ്റം ഉണ്ടല്ലോ അളിയാ, ഇതൊക്കെയാണ് റൈറ്റ്. നമ്മൾ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്നില്ല, നമ്മളാരും ദ്രോഹിപ്പിക്കാൻ അനുവദിക്കാനും പാടില്ല. ആ ഒരു ന്യൂട്രൽ പരിപാടിയിൽ പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ശത്രുക്കളും വരട്ടെ, അതിലുണ്ടാവുന്ന നേട്ടങ്ങളും വരട്ടെ എന്നുള്ളതായിരിക്കണം ലൈൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നാളെ ഒരു 10 വർഷം കഴിഞ്ഞ് എനിക്ക് 40 വയസ്സാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതായിരിക്കില്ല പറയാം, വേറെ ആയിരിക്കും പറയാം. കറന്റ് എനിക്ക് ഇതാണ് തോന്നുന്നത്. അല്ല, ഒബ്വിയസ്ലി എടാ, ഇപ്പോൾ ഉള്ള വ്ളോഗ് തുടങ്ങിയ സമയത്തുള്ള കാർത്തിക് സൂര്യ അല്ല ഇപ്പോൾ ഉള്ള കാർത്തിക് സൂര്യ. ഇത് പറഞ്ഞ് ഞാൻ മടുത്ത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് വേറൊരു മൈൻഡ് സെറ്റാണ്. നമുക്ക് സൊസൈറ്റിയിലെ കോൺസിക്വൻസിനെ കുറിച്ചൊന്നും അറിയില്ല, നമ്മൾ വീട്ടുകാരെ കുറിച്ച് അത്രത്തോളം ചിന്തിക്കില്ല. അങ്ങ് അലമ്പി തോളിച്ച് കൊണ്ടമാനം അലമ്പുകളും ചെയ്ത് നടക്കുന്ന സമയമാണ്. പക്ഷേ ജീവിതം മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ വന്നു. അപ്പോൾ അനുഭവങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും ചേഞ്ച് ചെയ്തു വന്നു. അപ്പോൾ അന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും വന്നിട്ട് അതേ എന്നെ വേണമെന്ന് പറയാൻ നടക്കുവോ? ഇല്ല, നടക്കില്ല. ഞാൻ മാറിയിട്ടുണ്ട്. അതെ, 19-20 വയസ്സിലെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നു എന്നെ ഞാൻ കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അരഗന്റ്, ഒരു റൂഡായിരുന്നു. കുറച്ചും കൂടെ എന്താ പറയുക, റൂഡ് ആസ് ഇൻ ഒരാളെ ദ്രോഹിക്കണം എന്നുള്ള റൂഡല്ല. ഞാൻ കുറച്ചും കൂടെ ഫ്രാങ്ക് ആയിരുന്നു. എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞ ശീലം. ഇപ്പം എന്റെ അച്ഛനായിരുന്നു. ആണോ? എന്റെ അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ ഇപ്പോഴും മാറിയിട്ടില്ല. പറയും അല്ലേ, ഉള്ളത് അതുപോലെ പറയും. എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ്, അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കില്ലടാ നീ ആ പറഞ്ഞ് തെറ്റാ എന്ന് പറഞ്ഞാൽ ഞാനും അംഗീകരിക്കാൻ റെഡിയാ. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വലിയൊരു ഫിൽറ്ററിങ് നടന്നിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ട എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ സർക്കിളിലുള്ളൂ. പക്ഷെ അതും ഭയങ്കര ടൈറ്റ് സർക്കിളാണ്, ഒരുപാട് വർഷം നിലനിന്ന സർക്കിളാണ്. ഇപ്പം എനിക്ക് എല്ലാവരോടും ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാവരും കൂടെ അള്ളിയ മോനെ ചക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാത്തിനും പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ വെറുക്കുന്നില്ല, എല്ലാവരും നമ്മുടെ ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, മോശം ഗ്യാങ്ങുകളിലേക്ക് ഞാൻ ഭാഗ്യവശാൽ പോയിട്ടില്ല. നല്ല കൂട്ടുകാരെനിക്കുണ്ടായി. അതുകൊണ്ട് ആഫ്റ്റർ ഓൾ ഇത്രയും ജേർണിയിൽ ഞാൻ അന്ന് അങ്ങനെ ആയതിൽ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ആലോചിക്കുമ്പോൾ ഓക്കെ, ഇപ്പം ഞാൻ അത്ര ഓപ്പൺ ആയിട്ട് പറയുന്ന ആളല്ല. കാര്യം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ എങ്ങനെയും പറയാലോ. നമ്മൾ പറയുന്നത് എടുത്തടിച്ച കണക്ക് മുഖത്ത് പറയുകയും ചെയ്യാം, സോഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടാത്ത കാര്യം വേണ്ടെന്ന് പറയാം. പക്ഷെ അത് എങ്ങനെ പറയണം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ആ കയ്യിലുള്ള കാര്യം നമ്മൾ എന്തിനാണ് വെറുതെ ലൂസാക്കി കളയണേ എന്നുള്ളൊരു ചിന്ത എനിക്കൊരു പോയിന്റ് വന്നു, വളരെ ഏർലി തന്നെ വന്നു. ഞാൻ പറയണ 18-19 വയസ്സിലെ കാര്യം കേട്ടോ. ഒരു 23 ആയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പറയണ്ട, എന്തിനാണ് വെറുതെ ഒരാളെ വിഷമിപ്പിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വിഷമാവുന്നുണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്ന മൊമെന്റിൽ ഞാൻ അത് മാറ്റി. ഇപ്പം അങ്ങനെ കാര്യമായി ഓപ്പണായിട്ട് പറയുമെങ്കിലും എങ്ങനെ പറയണം എന്നുള്ളത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ. ബിബിൻ ബ്രോ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബിബിൻ ജോർജും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എടാ, നമ്മളൊരു പടമൊക്കെ ഇറക്കിയിട്ടിരിക്കുമ്പോൾ ഭയങ്കര നമ്മളെ ചിലപ്പോൾ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും, പക്ഷെ വിളിച്ചിട്ട് ആദ്യം പറയുന്ന അവരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും.
ഒരു ആരുടെ എന്തെങ്കിലും ഒന്ന് കേൾക്കാനായിട്ട് ആദ്യം വിളിച്ചിട്ട് പറയുന്ന കാര്യം, എടാ അത്ര പോരാ, ആ സുഖമില്ലായിരുന്നു എന്നൊരു വാക്ക് വീണ് കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്ര ക്ലോസ് കൂട്ടുകാരനാണെങ്കിലും ഉള്ളൊന്ന് പെടയും. അപ്പോൾ പറയണം. എപ്പോഴാണ്? സാഹചര്യവും സന്ദർഭവും നോക്കി പറയണം. ഇതിൻ്റെ കംപ്ലീറ്റ് ബ്ലോ ഔട്ടും, കാരണം നമ്മളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മൾ കുറച്ച് സപ്പോർട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ? അപ്പോൾ ഉടനെ ചെന്ന് അണ്ണാക്കിലോട്ടോടാ പോരടാ, അത് കുറെ കൂടെ നന്നാക്കായിരുന്നു, അപ്പോൾ പറയരുത്. അതിന് സമയമുണ്ട്. ആ സമയവും സന്ദർഭവും അനുസരിച്ച് പതുക്കെ പ്രസന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ അത് മനസ്സിൽ മുറിവായിട്ട് കിടക്കും. അതെ, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് ഒരു സംഭവം കാണിക്കുമ്പോൾ തന്നെ എടാ വർക്കായില്ലടാ എന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ചിരുന്ന ആ സമയത്ത്, ഓക്കെ നമ്മൾ ഓണസ്റ്റായിട്ട് പറഞ്ഞാലേ അവർക്ക് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഓണസ്റ്റ് അഭിപ്രായമാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഫേക്കായിട്ട് പറഞ്ഞിട്ട് അവരതിൽ ഓക്കെ ആണെങ്കിൽ അവരുടെ വർക്കിനെ നാളെ ബാധിക്കില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എപ്പോഴും ആ ചിന്ത അല്ല. അത് ചെയ്യാം. അത് ആദ്യമേ എടാ രസമുണ്ടടാ എന്ന് പറഞ്ഞിട്ട് പയ്യെ കൂടെ ഇരുത്തി പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അതെനിക്ക് മനസ്സിലായില്ല. ഒരു പോയിന്റിൽ എനിക്കത് മനസ്സിലായി. ഞാൻ അപ്പം തൊട്ട് പിടിച്ചത് അത് കറക്റ്റായിട്ട് പിടിച്ചത്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ കാര്യമായിട്ട് സംഭവിച്ചു ഒരു വലിയ ഡ്രാസ്റ്റിക് ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഗ്രാജുവലി എനിക്ക് മനസ്സിലായി. അത് നമുക്ക് മനസ്സിലാവും കുറെ കഴിയുമ്പോ. അതെന്തോ മനസ്സിലായി, എങ്ങനെയോ മനസ്സിലായി. അല്ല, അത് നല്ലൊരു മനസ്സിലാക്കലായിരുന്നു. അത് 23-ാമത്തെ വയസ്സിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഭാഗ്യം. ഇതിപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഒരു ചെറിയ സർക്കിളേ ഉള്ളെന്ന്. എത്ര പേര് കാണും ആ ചെറിയ സർക്കിളില്? ഒരു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 7 പേരുണ്ടാവും. 7, 8, 10 പേരുണ്ടാവും. 2 അയ്യോ അവരെ പറഞ്ഞു 2 പേരുടെ 10 പേരുണ്ടാവും. അതിൽ ഞാൻ പറയുന്നത് എന്നും കാണുന്നവരുണ്ട്, എന്നും കാണാതെ ക്ലോസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ എന്നും കാണുന്ന ഒരു മാക്സിമം പോയ ഒരു 4 പേരുള്ളൂ. 4 പേര്. ആരൊക്കെയാ? പേര് പറയാലോ. പേര് പറഞ്ഞ വേണ്ട. പേര് പറഞ്ഞാൽ ഞാൻ പേര് പറയാത്തവർക്ക് വിഷമാവും. അല്ല, 4 പേരിൽ എന്നും കാണുന്നത് അവര് പറയാല്ലേ. പറഞ്ഞു. ഇപ്പൊ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പേര്, നിതിൻ, ശരൺ, പിന്നെ ആനന്ദേട്ടൻ. അപ്പൊ ഇവരുമായിട്ടാണ് ചായ ഗാങ് ആയിരിക്കും. ചായ ഗാങ്. അപ്പൊ ഇവരെല്ലാം എങ്ങനെയാ? നല്ല സപ്പോർട്ടീവായിട്ടാണോ കരിയറിന്? ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും അനന്തേട്ടൻ സിനിമയിലാണ്. ശരൺ ഒരു പാട്ടുകാരനാണ്. അവൻ പാട്ടിപ്പൊണ്ണം ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇടയിൽ. അതുകൊണ്ട് സന എന്ന് പറയുന്നതാണ് മ്യൂസിക് വീഡിയോയുടെ പേര്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്. അത് കാണാൻ പറ്റൂടാ എനിക്ക്? പിന്നെ യൂട്യൂബിലുണ്ടല്ലോ, തിങ് മ്യൂസിക്കിലുണ്ട്. അത് അയ്യോ വേണ്ട, കോപ്പിറൈറ്റ്. അപ്പോൾ തിങ് മ്യൂസിക് അത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പം അത് ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരൺ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പം അവനതൊരു പാട്ടായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം, ഞാൻ അഭിനയിക്കുക. എൻ്റെ ഫ്രണ്ടാണ് ഗോപിക രമേശ് ഒക്കെ തണ്ടർമത്തലിലൊക്കെ ഉള്ള എഡിറ്റിലൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പം ഞാനും ഗോപികയും കൂടെ പെയറായിട്ട് അഭിനയിച്ചു. നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മളെല്ലാവരും കൂടെ തന്നെ ചെയ്ത് തിങ് മ്യൂസിക്കിന് കൊടുത്ത്. നമുക്ക് അങ്ങനെ നേട്ടങ്ങൾ കാര്യത്തിലൊന്നുമല്ല, അവനൊരു ഹാപ്പിനെസ്. ഞാൻ ഇന്ന് ചെയ്തു, ചെറിയ ബഡ്ജറ്റിൽ എല്ലാവരും കൂടെ ചെയ്തു കൊടുത്ത ഒരു പാട്ടാണ് സന എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോ. അതിപ്പോൾ അത്യാവശ്യം 2 മില്യൺ വ്യൂസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയ ഒരു ശരൺ ഹാപ്പിയാണ്. ശരൺ അടുത്ത പാട്ടുകളിലേക്ക് പോകുന്നുണ്ട്. നല്ല രീതിയിലൊരു മ്യൂസിക് പ്രൊഡ്യൂസറൊക്കെ ആവട്ടെ. അതാണ് അവൻ. ശ്രീജിത്ത് ഇതാണ്, എന്താ പറയാ, അവൻ ഒരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റോ? എന്ത് സയന്റിസ്റ്റ്? അവൻ ഇപ്പൊ PhD ചെയ്തോണ്ടിരിക്കുക. അല്ലെ, അപ്പം ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുള്ള പരിപാടി അംഗീകരിക്കില്ല. ബ്രെയിൻ ഇല്ലാത്ത പഠിക്കാൻ കുറച്ച് കഴിവുണ്ടായി പോയി. ബ്രെയിൻ ഉണ്ടോന്ന് ഞാൻ അംഗീകരിച്ചില്ല. അപ്പൊ അല്ല, ടാലന്റഡ് ആണ് ഈ പറയുന്ന. എന്തിലാ PhD എടുത്തേക്കുന്നത്? അവന് മറ്റേ എന്തോ ടെക്നിക്കൽ പരിപാടികളാ, നമ്മൾക്ക് ഈ പരിപാടി മനസ്സിലാവില്ല. എന്തോ ഒരു പേറ്റന്റ് അവനിപ്പോ കിട്ടി. ഒരു സാധനം അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ കോവിഡ് നല്ല കൂട്ടുകാരൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ കുറെ ലിസ്റ്റ് വെച്ചു, അളിയാ ഇതാണ് എന്റെ സാധനം, അംഗീകാരം എന്ന് പറഞ്ഞ കുറെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ട് പൊളിയിടാന്ന് പറയും. എന്തെങ്കിലും മനസ്സിലായിട്ടാണ്? അല്ല, പൊളി കിട്ടില്ല കൊടുക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, കുറെ ടെക്നിക്കൽ സാധനങ്ങളാണ്. എന്തോ ഒരു ഗുളിക കഴിക്കുമ്പോൾ ആ ഗുളികയുടെ എന്തോ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ഇവൻ കണ്ടുപിടിച്ച എന്തോ ഒരു സാധനം വഴി കൊടുത്താൽ ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
ഓ അപ്പൊ അതാണ് അവൻ കണ്ടുപിടിച്ചേക്കുന്നത്. ഇതാണ് എന്റെ ഒരു ബേസിക് ലേമാൻ മതി മതി. പറയാൻ പറ്റുന്ന സാധനം. അത്രേ നമുക്കും മനസ്സിലാവുള്ളൂ. ആ. ഇവൻ മറ്റേ ആന്റി ഹിസ്റ്റമിൻ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറയും, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ആന്റി ഓക്കെ ആന്റി, എന്റെ വീട്ടിലെടുത്ത് കൊണ്ട് രണ്ടുപേര്. അതായിരിക്കും നമ്മുടെ റിയാക്ഷൻ. അപ്പം അവൻ അങ്ങനത്തെ ഒരു സയന്റിസ്റ്റ് ആണ്. ഇപ്പം അമേരിക്കയിൽ നിന്ന് അവന് സ്കോളർഷിപ്പിന് വിളിച്ചു. അപ്പൊ അവനിപ്പോ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ അവൻ ചെയ്യുന്നതെല്ലാം ഗവൺമെന്റ് അവനൊരു ഫണ്ടഡ് പ്രൊജക്ട് ഉണ്ട് അവന്. അപ്പം ആള് സെറ്റാണ്. വേറെ തന്നെ ഫീൽഡാണ്. പിന്നെ നിതിൻ എന്താ പറയാ, സിനിമ കയറാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഇത് എന്നെ പോലെ ഇപ്പം അസ്പയറിംഗ് ആക്ടറാണ്. കുറെ വെബ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അവൻ കുറെ കാര്യങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുത്തരാണ്. അങ്ങനെ ഉള്ളൊരു കൂട്ടുകാരനാണ്. ഓ, അപ്പൊ ഇതാണ് 4 പേരാണ്, നിങ്ങൾ 4 പേരാണ് ഗാങ് ആയിട്ട് കറങ്ങി നടക്കാറുള്ളത് മിക്കപ്പോഴും. അതെ, അടിപൊളി. ഈ ഗാങ്ങിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ എന്തോ ഒരു കാര്യം ചോദിക്കാൻ വന്നത്. അതിന്റെ ഇടയിൽ കൂടെ എന്റെ ബ്രെയിനിൽ കൂടെ പോയടാ. ഞാൻ ഗാങ്ങിന്റെ കാര്യം ആലോചിച്ചോണ്ടിരുന്നപ്പോ സെക്കൻഡ് എടാ, അയ്യോ എന്റെ മറ്റേ കളർ ഗ്രേഡ് ചെയ്ത പടം പോലെ പോയി. അതെ, ആ കളർ അത് ഏത് പടമാണെന്ന് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. എന്റെ കണക്ഷൻ പോയി. നീ പടം ആലോചിച്ച് നോക്കേട്ടാ. എടാ, ഒരു ഫാമിലി, എല്ലാരും കൂടെ ഒരു ഫാമിലി ആയിട്ട് ഒരാള് പുറത്തേക്ക്, ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പടം. എടാ ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഇങ്ങനെ എനിക്ക് മനസ്സിലായി. മറ്റേ ഒരു സൈക്കോ പടമാണ്. സൈക്കോയോ? അല്ലല്ലല്ല, എനിക്ക് മനസ്സിലായി, പടം മനസ്സിലായി. അയ്യോ, ഞങ്ങൾക്ക് 2 പേർക്കും അമ്നീഷ്യാണ്. കൊറിയൻ സൈക്കോ പടം. സൈക്കോ ഹിറ്റ് പടം. എനിക്ക് മനസ്സിലായടാ. സൈക്കോ ത്രില്ലർ മൂവി. അത് അടിക്കുമ്പോൾ തന്നെ വരും. ഓൾഡ് ബോയ് അല്ല, ലേറ്റസ്റ്റ് എന്നൂടെ അടിക്കാം കടാ. ഓൾഡ് ബോയ് കണ്ടിട്ടുണ്ടോ? ഓൾഡ് ബോയ് കണ്ടിട്ടുണ്ട്. അതല്ല ഫോളോയിങ്, ഇതൊന്നും അല്ല. എവിടെ? അയ്യോ, എല്ലാവരും ഇങ്ങനെ കണ്ണിൽ ബ്ലാക്ക് ഇട്ടിട്ട് അതിന്റെ പ്ലോട്ട് എനിക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ. മറ്റേ ഒരു വീട്ടില് ഒരു കോടീശ്വരനായ ആള് അങ്ങോട്ടേക്ക് പാവപ്പെട്ട ഫാമിലി പോകുന്നു, ഫ്ലഡ് ഒക്കെ വന്നിട്ട്. അതെ, അയ്യോ, ഞങ്ങളുടെ അമ്നീഷി അവൻ ക്യൂർ ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ കമന്റ് വരും, ഈ പടാണോടാ നിനക്ക് പേര് പറയാൻ പറ്റാത്തതൊക്കെ. കമന്റ് വരാൻ പോണതാണ്. 2 കിഴങ്ങുകൾ കൂടെ എന്തൊരു കാണിക്കണേ. ഒരുത്തൻ സിനിമ ഒരുത്തൻ അവതാരകരും രണ്ടിനും എന്തറിയാതൊക്കെ. സോറി മെമ്മറി പ്രോബ്ലം. ഓ, അതിനുണ്ട് ഒരു പ്ലാറ്റ്ഫോം എന്ന ഒരു സാധനം താഴോട്ട് പോകുന്നൊരു പടം നീ കണ്ടിട്ടുണ്ടോ? പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ടോ? പിന്നെ അയ്യോ, എന്തൊരു പടമാണ് ഇതൊക്കെ. എങ്ങനെയാടാ ചിന്തിച്ചെടുത്ത് ചെയ്യുന്നവര്? പ്ലാറ്റ്ഫോം പടത്തിന്റെ പേര്. പ്ലാറ്റ്ഫോം എന്നാണ് പടത്തിന്റെ പേര്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആരെങ്കിലും കാണണം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ജയില് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഓരോരോ പ്ലാറ്റ്ഫോം താഴോട്ട് പോകും തോറും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ അങ്ങ് കുറെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ താഴോട്ട് പോകും. അപ്പോൾ ഇത് പ്രിസനാണ് ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിറച്ചും ഫുഡാണ്. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലുള്ളവർക്കും എത്ര വേണമെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ ഈ മേലിലുള്ളവർ എന്തെങ്കിലും മിച്ചം വെച്ചാലേ താഴോട്ടുള്ളവർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഓരോ മാസം കൂടുന്തോറും ഇതിനകത്ത് കിടക്കുന്ന ആൾക്കാർ താഴെ മേളിലുമായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ താഴെ മേളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ താഴെ കിടക്കുന്ന ഒരാൾക്ക് ഫുഡ് കിട്ടാതെ കിടക്കുകയാണെങ്കിൽ മേളിൽ വരുമ്പോഴത്തേക്കും ആക്രാന്തം മൂത്ത് മൊത്തം തിന്നിട്ട് താഴോട്ടൊന്നും കൊടുത്തു വിടൂല. അങ്ങനെ താഴോട്ട് പോകുന്തോറും ഫുഡ് കിട്ടാതെ വരുന്നതും അപ്പോൾ ഇവരുടെ സൈക്കോളജിക്കൽ എഫക്റ്റുമാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ പടത്തിനകത്ത്. എടാ, ഞാൻ ആലോചിക്കണതേടാ, ഇതിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹമാണ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഏറ്റവും ടോപ്പിലുള്ളവർക്ക് പൈസ ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്നിട്ട് അവരുടെ താഴോട്ട് വരുന്നതോറും ആൾക്കാർക്ക് ഫെസിലിറ്റീസും ഇതൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ നീഡ് വ്യത്യാസമാണ്. എടാ, ഇതൊക്കെ സിനിമയാക്കി എഴുതിയ അവൻ്റെ ഒരു തല. അയ്യോ, നമ്മുടെ മലയാളം മോശമൊന്നുമല്ല കേട്ടോ. ഈ ഇടയ്ക്ക് മറ്റേ വളരെ കുറച്ച് സമയം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി തീർത്താണെന്ന് ഞാൻ കേട്ടു. മറ്റേ കിഷ്കിന്ത കാണ്ഡം. എന്ത് കിള്ളം പടമായിരുന്നത്. അടിപൊളി പടം. ഭാഗ്യവശാൽ അടുത്ത കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഡയറക്ടറിന്റെ അടുത്ത പടം ഞാനാണ് ചെയ്യുന്നത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അയ്യോ, അടിപൊളി. അത് നല്ല രീതിയിലാണ്. അതാണ് ബ്യൂട്ടിഫുള്ളി വെൽ എഡിറ്റഡ്, വെൽ മെയ്ഡ് മൂവി ആയിരുന്നു, വെൽ ആക്ടഡ് മൂവി ആയിരുന്നു കിഷ്കിന്ധാകാന്ഡം. കാരണം ഇങ്ങനെ തുടങ്ങും എടാ, എന്നിട്ട് ഇങ്ങനെ പോയി ലാസ്റ്റ് ഒരു പേ ഓഫ് ഉണ്ട്.
അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതി. ബാഹുലേട്ടൻ നന്നായിട്ട് എഴുതും, നല്ല റൈറ്റിംഗ് ആണ് പുള്ളിയുടെ. അതെ അതെ. അപ്പം കൊറിയൻ പടം മാത്രമല്ല, നമ്മളെവിടെയും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബോളിവുഡൊക്കെ അങ്ങ് പോയി കിടക്കുകയാണ്. കയറി വരും പക്ഷെ അവര് അല്ലേ, എടാ കയറി വരാൻ ഒരു ഗ്യാപ്പ് കൊടുക്കണോടാ പുതിയ ആൾക്കാർക്കൊക്കെ. അവിടെ ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഭയങ്കര ഡോമിനൻസ് ആണ് ഒരു ഏരിയയില്. കുറച്ചും കൂടെ കോർപ്പറേറ്റ് ആയെന്ന് തോന്നുന്നു എല്ലാവരും. ലാസ്റ്റ് ഇറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് പടം പറഞ്ഞേ. തമിഴ് പടം ഒന്നും കണ്ടില്ലേ? തമിഴ് പടം ലാസ്റ്റ് ഇഷ്ടപ്പെട്ട പടം പറഞ്ഞു, ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഇപ്പൊ ഈ അടുത്ത് ഗുഡ് ബാഡ് അഗ്ലി. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മഹാരാജ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പടമാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു. ഇനി ബോളിവുഡ് ഒന്ന് ഓർത്ത് നോക്കിയേ. ബോളിവുഡ് പാടാം. പെട്ടെന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് അനിമലാണ് ഓർമ്മ പറഞ്ഞത്. അനിമൽ ഇറങ്ങിയിട്ട് കുറേ നാളായി. കുറേയായി, 1 വർഷം 2 വർഷം കണ്ടായി. നമുക്കൊക്കെ അതെ, നല്ലവണ്ണം പ്രായമാവുന്നുണ്ട്. നീ അത് പറയരുത്. ഞാൻ അനിമൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് ഓർക്കാതെ. നല്ല പടമായിരുന്നു. ആ അനിമലിന്റെ ഡയറക്ടറുടെ തന്നെയാണ് നമ്മുടെ മറ്റേ അർജുൻ റെഡ്ഡി, സന്ദീപ് റെഡ്ഡി. അതെ. അതെല്ലാം കണ്ടോ, അതും ഇവിടെ നിന്നൊരു ഡയറക്ടറെ കൊണ്ടുപോയി എടുത്തതാണ്. അതെ, എന്തോ അവിടെ ഉള്ളവർക്ക് ഇപ്പോ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഇത് അവരുടെ കയ്യിൽ നിന്ന് പോയി. അനുരാഗ് കശ്യപിന്റെ ഇടയ്ക്ക് 2-3 ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതാണ് അവിടെ ഭയങ്കരമായിട്ട് ഒരു ഹൈറാർക്കി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ആളിതാണ്, ആളിതിന്റെ താഴെ വരില്ല, അതിന്റെ റെസ്പെക്ട് ചെയ്യില്ല. എന്നാൽ നമ്മുടെ ഇവിടെ വന്നപ്പോൾ പുള്ളി മറ്റേ പടത്തിന് വന്നായിരുന്നല്ലോടാ, വെടിവെപ്പുള്ള ലാസ്റ്റ് ഒരു പടം റൈഫിൾ ക്ലബ്ബിൽ പുള്ളി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വന്നിന്റെ ഇന്റർവ്യൂവിനപ്പോ ഇവിടെ വന്നിട്ട് പുള്ളി അവിടെ പോയി എടുത്ത ഏതോ ഇന്റർവ്യൂ ആണ്. അതിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മലയാളം ഫിലിം ഇൻഡസ്ട്രി പോയപ്പോൾ എനിക്ക് പണ്ടെങ്ങോ നമ്മുടെ ഇവിടെയൊക്കെ നഷ്ടമായി പോയ ഒരു ഫീലാണ് പുള്ളിക്കുണ്ടായതെന്ന്. കാരണം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, ക്യാരവാൻ ഉണ്ടെങ്കിൽ പോലും പുറത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്നാണ് കാര്യങ്ങൾ പറയുന്നതും കളിയടിക്കുന്നതും തമാശ അടിക്കുന്നതും. അവിടെയൊക്കെ ആക്ടേഴ്സ് പുള്ളി ഈ ആക്ട് ചെയ്യാൻ വിളിച്ചാൽ പോലും ക്യാരവാൻ്റെ അകത്ത് പുറത്തു പോലും ഇറങ്ങത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ആക്ടേഴ്സിനിടയ്ക്ക് ഒരു കെമിസ്ട്രി മിസ്സായി പോകുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന പുള്ളിക്ക് അതാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി എത്ര ഹിറ്റുകൾ, ഹിന്ദിക്കാരന്മാരൊക്കെ മലയാളം മൂവി റിവ്യൂ ചെയ്ത് മടുത്ത്. അങ്ങനെയെങ്കിലും നമ്മുടെ മൂവി അങ്ങോട്ടൊക്കെ എത്തട്ടെ, നമ്മുടെ ഇൻഡസ്ട്രി വലുതാവട്ടെ. ഒരു വലിയ പങ്ക് മാർക്കോയ്ക്ക് ഉണ്ട്. മാർക്കോ എനിക്ക് വർക്കായിരുന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല പടമല്ലേ? നല്ല സിനിമയാണ്. പക്ഷെ അതെ, കാരണം ഇങ്ങനത്തെ ഒരു പടം വന്നിട്ടില്ലല്ലോ. ഇത്രയും വയലൻസും ഗോറി ആയിട്ടുള്ള ഒരു പടം വന്നിട്ടില്ല. പക്ഷേ അന്ന് ഒരുപാട് പേർക്ക് അത് കുറച്ച് വയലൻസ് കൂടിപ്പോയി. പക്ഷെ അവർ മാർക്കറ്റ് ചെയ്ത് അങ്ങനെയാണല്ലോ, വയലന്റ് പടമാണെന്നാണ് അവർ മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് വളരുന്ന പിള്ളേര് ഇതൊക്കെ നോർമലൈസ്ഡ് ആയിട്ട് അവരുടെ മനസ്സിൽ വരും എന്നുള്ളൊരു തോട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം അതിനുശേഷം ഈ ഇടയ്ക്ക് വെഞ്ഞാറമൂട് വെച്ചിട്ടൊരു സംഭവം ഉണ്ട്, ഒരു കൊലപാതകം നടന്നതായിരുന്നു. ഒരു പയ്യൻ, ആ പയ്യൻ എന്താണ് കാരണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ അമ്മയുടെ സഹോദരനെ, ഗേൾഫ്രണ്ടിൻ്റെ അമ്മ എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതൊരു കേസാണ്. അപ്പോൾ ഈ കേസ് വന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പുറത്തെ ചർച്ച വന്നെന്ന് പറഞ്ഞോ, ഇതൊക്കെ ഈ സിനിമ ഇറങ്ങുന്നത് കാരണമല്ലേ. കാരണം എന്ത് കണ്ടാലും പിന്നെ ഇതുമായിട്ടൊക്കെ പിടിച്ച് റിലേറ്റ് ചെയ്യും. പക്ഷെ ശരിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവീസ് ഇവിടെ മാത്രമല്ല ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാ സ്ഥലത്തെ മൂവീസും എല്ലാവർക്കും accessible ആണ്. ഏത് ടൈപ്പ് മൂവീസും accessible ആണ്. അതെ. അപ്പോൾ ഇംപ്രഷനബിൾ ഓഡിയൻസിന് അത് അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള പാരൻസിൻ്റെ ഗൈഡ് ലൈൻ കൊടുത്താൽ മതി. തീർച്ചയായിട്ടും. കാരണം ഇത് എപ്പോഴും എഴുതിയിട്ടുണ്ട് പാരൻസ് അഡ്വൈസറി. എന്നിട്ട് അതും കണ്ടിട്ട് പിള്ളേരെ ഒക്കത്ത് വെച്ചുകൊണ്ട് സിനിമയ്ക്ക് കയറണവരുടെ കവാലം നോക്കിയല്ലേ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും. അല്ല, സത്യമായിട്ടാണ്. അതില് എഴുതിയിട്ടുണ്ട് മറ്റേ വെണ്ടക്ക അക്ഷരത്തിൽ അഡൾട്ട്സ് ഒള്ളി. അതിനൊക്കെ പിള്ളേരെ വിളിച്ചുകൊണ്ട് കയറുന്നത് തന്നെ റോങ് ആണ്. ചിലപ്പോൾ അവരുടെ ഒരു അവയർനെസ് ഇല്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് മൊത്തത്തില് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും, സിനിമ ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ സിനിമ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്താ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫാമിലി, നമ്മളെങ്ങനെ വളർന്നു വന്നു, നമ്മുടെ സ്കൂളിങ് എങ്ങനെയാണ്, നമ്മുടെ കോളേജ് എന്താണ്, നമ്മൾ ഒരുപാട് ആസ്പെക്റ്റ് ഓൾറെഡി ക്രിമിനൽ മൈൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരാൾ സിനിമ കൂടെ കാണുമ്പോൾ ഓക്കെ എന്നുള്ളൊരു സാധനം വരും. അതല്ലാത്ത ഒരാൾക്ക് സിനിമയാണ്. അപ്പം അതൊരു
ചെറിയൊരു ട്രിഗറിങ് ഫാക്ടറാണ്, പക്ഷെ അതൊരിക്കലും ഒരു റൂട്ട് കോസ് അല്ല. സിനിമ കാരണം ഞാൻ അങ്ങനെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമ എന്താ പറയാ, എനിക്ക് കൊച്ചിലെ ഈ പറഞ്ഞ പോലെ ഞാൻ പോക്കിരിയൊക്കെ കണ്ട് എനിക്ക് വില്ലനാവണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പോക്കിരി അയാൾ ചെയ്യുന്ന ക്രൂരതയല്ല, മാക്സിമം പോയ അയാളുടെ കർച്ചീഫ് വലിക്കുന്ന രീതി, അല്ലെങ്കിൽ നടക്കുന്ന സ്റ്റൈല്, കത്തി ഇറക്കുന്നത് സ്വാഗാണ് നമ്മൾക്ക് ഇംപ്രസ്ഡ് ആവുന്നത്. എന്നിരുതി ഞാൻ ക്ലിയർലി പോക്കിരി ആയില്ല, ഞാൻ വില്ലനായില്ല, എന്താ പറയാ, ഞാൻ ആക്ടറാണ് ആയത്. അപ്പോൾ അതെന്നെ ക്ലിയർലി മനസ്സിലാവും. എനിക്ക് ആ സമയത്ത് ആവാൻ തോന്നിയ കാര്യം ഞാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ എൻവയോൺമെൻറ്റും എൻ്റെ സിറ്റുവേഷൻസും എല്ലാം ആണ് ഒരാളെ ആക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾക്കൊരു കുറ്റകൃത്യം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആൾ ഒരു സിനിമ തപ്പി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, അല്ലേ? ദൃശ്യം പോലെ ട്രിഗറിംഗ് പോയിന്റ് ആണ്. ഡെഫിനറ്റ്ലി സിനിമ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ആവും ഫ്രം ദ സ്റ്റൈൽ ഫാക്ടർ. അതായത് എങ്ങനെ ഒരാൾ നടക്കണം, കൂളിംഗ് ഗ്ലാസ് വെക്കണം, മുടി ജീവണം എന്നുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ സിനിമയ്ക്ക് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒരാളുടെ മോറൽ വാല്യൂ, ഒരാളുടെ കോറായിട്ടുള്ളൊരു നേച്ചർ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ സിനിമയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സിനിമയിൽ കോറിൽ നമ്മൾ നല്ലൊരാളാണെങ്കിൽ അത് കണ്ടിട്ട് കണ്ടു അത് പോയി അത്രേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷേ പിള്ളേരെ അത് കൊണ്ടുപോയി കാണിക്കരുത്. അത് അവിടെ മാത്രമല്ല, സോഷ്യൽ മീഡിയ ആയാലും ഒരു പ്രായം അവർക്ക് തിരിച്ചറിവ് എത്തുന്ന ഒരു പ്രായം വരെ അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇത് തുറന്നിട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. അല്ല, അത് തന്നെയാണ് കാര്യം. അവർക്ക് ഏതാണ് റൈറ്റ് റോങ് എന്ന് മനസ്സിലായി വരുന്ന ടൈമാണ്. അപ്പൊ ആ ടൈമിൽ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും മൈൻഡ്. നമുക്കിപ്പോൾ കണ്ട് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ല പിള്ളേരുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് വേണം സിനിമകൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ. പാരന്റ്സ് അത് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഓരോ സാധനം എഴുതി കൊടുത്തില്ലേ, PA, അത് പാരൻസ് അഡ്വൈസറി ആണ് എന്ന് പറഞ്ഞാൽ പാരൻസ് കൂടെ എഴുതി കാണിക്കുക. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള സീൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ സർട്ടിഫിക്കേഷൻ. അപ്പോൾ ആ സർട്ടിഫിക്കേഷനൊക്കെ ഓരോ അർത്ഥമുണ്ട്. അതെ, അർത്ഥങ്ങളുണ്ട്. എപ്പോഴെങ്കിലും ഒരുപാട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ സന്ദീപിന്? അല്ല ആരെങ്കിലും വന്ന് ഭയങ്കര നമ്മുടെ ആക്ടിങ്ങിനെ നേരിട്ട് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾ വന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു മൊമെന്റ് എന്തെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. എന്താ പറയാ, അത് ചെറിയ ചെറിയ വാക്കുകളായിരിക്കും. ഒട്ടും പരിചയം ഞാൻ ആ കാര്യം ഞാൻ ആഗ്രഹിച്ചോണ്ടാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആഗ്രഹങ്ങൾ എന്താ പറയുക സാക്ഷാത്കരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഇത് കിട്ടുന്നത്, മോട്ടിവേഷൻ കിട്ടുന്ന പുതിയ സാധനങ്ങൾ വരുന്നതിനേക്കാൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതെ. അപ്പൊ ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ രണ്ടുപേര് തിരിച്ചറിയണം, എന്നെ ആൾക്കാർ കണ്ടു വന്നിട്ട് ആ സിനിമയിൽ അഭിനയം കൊള്ളായിരുന്നു കേട്ടോ എന്ന് പറയണം എന്ന് ആഗ്രഹിച്ച് നടന്ന കാലം തൊട്ട് ഇപ്പം അത് പറയുന്ന ഓരോ ആൾക്കാരും എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഞാൻ വിടുന്ന ആളല്ല. എനിക്കത് ഓരോ വാക്കുകളും ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ വന്ന് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ള മറ്റേ സെറ്റപ്പ് ഇല്ല. അതായത് പ്രൈവസിയിൽ അല്ല, പ്രൈവസി വേണം. പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പോകുമ്പോ ആരെങ്കിലും വന്ന് പറഞ്ഞാലും നമുക്ക് വിഷമമില്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് ആൾക്കാർ തിരിച്ചറിയണം എന്നാണ് ആഗ്രഹം. ആൾക്കാർ തിരിച്ചറിയാനും ആൾക്കാർ വന്ന് സംസാരിക്കണം ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഷാറൂഖ് ഖാനും പറഞ്ഞ ഇതാണ്. ഷാറൂഖ് ഖാൻ്റെ ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. അല്ല, പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരൻ ഈ ഫാൻസിന്റെ ഈ ഇൻവോൾവ്മെന്റും താങ്കൾ പുറത്തൊക്കെ പോകുമ്പോൾ അവർ വന്ന് മിണ്ടുന്നതൊക്കെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞതാണ്, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും വന്നത്. അതെ, കാരണം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാനും ആൾക്കാർ നമ്മളെ തിരിച്ചറിയാനും വേണ്ടിയാണ് ഇത്രയും കാലം പണിയെടുത്ത്. എന്നിട്ട് ഞാൻ റോഡിൽ കൂടെ പോകുമ്പോ എന്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചില്ല, പിന്നെ ഞാൻ ആരായി എന്നുള്ള എനിക്ക് ആ ചിന്തയാണ്. എനിക്ക് ആൾക്കാർ വന്ന് സംസാരിക്കണ്ടേ. പക്ഷെ ഈ പറയുന്ന ഒരു എല്ലാവർക്കും ഒരു ഇൻവിസിബിൾ സർക്കിൾ ഉണ്ട് എല്ലാ ഓരോ മനുഷ്യരും. അത് കടന്നു വരുമ്പോഴാണ് നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്നത്. അത് സിനിമ പേഴ്സണൽ സ്പേസിന് നമ്മൾ പേഴ്സണലായിട്ട് നിൽക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പട്ടിക്കുട്ടിക്ക് പണ്ട് തീരെ വയ്യാണ്ട് ഞാൻ മൃഗാശുപത്രി കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഭയങ്കര കുറവാണ്, അപ്പോൾ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല. ഒരു പട്ടിയെ വളർത്തുന്ന ഒരാളായതുകൊണ്ട് സന്ദീപിന് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. ഞാൻ
തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഞാൻ ഈ പട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവിടെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും വഴിയുണ്ടോ, കാരണം അവിടെ ഗ്യാപ്പ് മാറിയാലേ ട്രിപ്പ് ഇടാൻ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ പിള്ളേർ വന്നിട്ട് ഭയങ്കര എനർജി, ഒരു അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നേ. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അവരുടെ ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ, ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ പട്ടി ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ അവരിങ്ങനെ നിന്നിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ ചിരിക്കാൻ നോക്കണം. എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ എനിക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാതായി പോടാ. അപ്പോൾ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ റൂഡായിട്ട് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഇതൊന്നുമില്ല, നമ്മുടെ സൈഡ് അവർ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം ഈ വൾണറബിളായിരിക്കുന്ന സമയത്ത് പബ്ലിക്കലി എക്സ്പോസ്ഡ് ആവാൻ പോവരുത്. പബ്ലിക്കലി എക്സ്പോസ്ഡ് ആവാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചില സമയത്ത് ഇപ്പം ഞാൻ പറയട്ടെ, പ്രൊമോഷൻസിന് പോകാന്ന് വിചാരിക്കാം. ചിലപ്പോൾ ആ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടാവാം, നമുക്ക് ഭയങ്കര വിഷമം വന്നൊരു മൊമെന്റ് ഉണ്ടാവാം. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊമോഷൻസിന് ഇറങ്ങുമ്പോൾ ആയിരിക്കാം പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും വേറെ തന്നെ സോണിലായിരിക്കും. അപ്പം ആ സമയത്ത് ചിലപ്പം പലരും എന്താ പറയുക അത് പ്രകടിപ്പിക്കും. എനിക്കങ്ങനെ അവസ്ഥ വന്നിട്ടില്ല, പക്ഷെ പ്രകടിപ്പിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്. അങ്ങനെ പ്രകടിപ്പിക്കും അറിയാതെ. പിന്നീട് അത് ഭയങ്കര വലിയൊരു പ്രശ്നമാവും. വീഡിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതവർ ഒന്നും കൂടെ തളർത്തും. കാര്യം ഇവരാഗ്രഹിക്കുന്ന സപ്പോർട്ടാണ്. അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാണുന്ന ഒരു 10 സെക്കൻഡ് ക്ലിപ്പല്ല ശരിക്കും ആ ഡെപ്ത് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിൽ ഉണ്ടാവും. അപ്പൊ എല്ലാരും ഒന്ന് കുറച്ച് ന്യൂട്രലായിട്ട് കണ്ട എല്ലാരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവരുടെ ജോലിയാണ് ഇതല്ല. അപ്പൊ എല്ലാവരും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി പെരുമാറിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയാൽ രസമായിരിക്കും. അത് വേണം തോന്നണം, ആ ഒരു ബ്രിഡ്ജ് വേണം. കാര്യം ഇവരെ വളർത്തുന്ന ഓഡിയൻസ് ആണ്. ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളും കഷ്ടപ്പെടുന്നത്. അപ്പം എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. അത് രണ്ട് സൈഡിൽ നിന്നും എപ്പോഴും അത് നടന്നൊന്നും വരില്ലടാ. പക്ഷേ നല്ലൊരു ആക്ട്രസ് അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ഉണ്ടല്ലോ, എത്ര വിഷമം ജീവിതത്തിൽ നടക്കുകയാണെങ്കിലും അവരത് സ്ക്രീനിൽ കാണിക്കത്തില്ല. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിള് എനിക്ക് തോന്നിയത്, ലളിതാമ്മ മരിച്ചൊരു സമയത്ത് മഞ്ജു ചേച്ചി ഫ്ലോറിലാണ്. മഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുക, ഇരുന്ന് കരയുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം സമാനിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ ചേച്ചിക്ക് അത്രയ്ക്ക് ബോണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ചേച്ചിയുടെ അടുത്തപ്പം ഡയറക്ടർ ചോദിച്ചു, ചേച്ചി നമുക്ക് ഓഫ് വിളിക്കണം. ചേച്ചി പറഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കാരണം ആ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥ അതൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും നമ്മുടെ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ, നമ്മളൊക്കെ അന്നം തരുന്ന തൊഴിലിന് ആ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മളത് ചെയ്യുക. നമ്മുടെ ഫീലിങ്സ് നമ്മുടേതാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് നമ്മൾ ഒരിക്കലും എക്സ്പോസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അടുത്ത ടേക്ക് വിളിച്ചപ്പോൾ ചേച്ചി കണ്ണും തുറച്ച്, ആ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കണം, ഇപ്പോഴും അറിയാം ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ചേച്ചി അത് ഇരുന്നു. അത് ചേച്ചിയുടെ ജഡ്ജ്മെൻറ്റിന് ഒരു ഇഞ്ച് പോലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചേച്ചി അത് ഹാൻഡിലും ചെയ്തു. അതൊക്കെയാണ് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി റൂമിൽ പോവുക, കരയുക, അവിടെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നടത്തി, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോവുക ഇത് കഴിഞ്ഞിട്ട്. അതാണ് അത്രയ്ക്കും മാത്രം ഈ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അതെ. അപ്പോൾ ഈ പറഞ്ഞ സ്നേഹം അവർക്ക് നമ്മളോടുള്ള പോലെയാണ് നമുക്ക് അവരോടുള്ളത്. പൈസ മാത്രമല്ല, പൈസ ഇപ്പൊ നാളെ ചാർട്ട് ചെയ്താലും എല്ലാം നമുക്ക് പൈസ വരും, അതല്ല. പക്ഷെ അന്ന് തന്നെ ഇല്ല നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അതിനുള്ളൊരു സ്നേഹമാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ ആക്ടേഴ്സാണ് കൂടുതലും എന്താ പറയാ, ഇപ്പൊ എഡിറ്ററിനാണെങ്കിലും കുറച്ച് കണ്ണൊക്കെ തുടച്ച് എഡിറ്റ് ചെയ്യാം. സിനിമയിൽ അഭിനയം നമുക്ക് ചിരിച്ച് ക്യാമറ വലിയൊരു വിഷമമൊക്കെ കേട്ടിട്ട് പോയി അങ്ങനെ ഹാപ്പി ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി പാടാ. കാര്യം എത്രയൊക്കെ വന്നാലും കണ്ണല്ലേ കാണുന്നത്. അതെ, അറിയും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഉള്ളിലോട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരടാ. അത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ.
എന്തായാലും ഭയങ്കര രസമാണ്. അതിൻ്റെ സംസാരിച്ചിരുന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. അതാണ് നല്ല രസം. ഇത് ഇങ്ങനെ വേണം ഇന്റർവ്യൂ എടുക്കാം കേട്ടോ. ഇന്റർവ്യൂ അല്ലടാ, പോഡ്കാസ്റ്റ്. ഞാൻ അറിയില്ലടാ ആദ്യമായിട്ട്. അല്ല, ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഞാൻ ഈ എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്, അല്ല പരിചയപ്പെടുന്നത്, ഒരു റിലേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്. നമ്മളൊരാളെ പുതിയതായിട്ട് പരിചയപ്പെടണം, നമ്മൾ എന്താ പറയുക, നമുക്കൊരു കോഫി ഷോപ്പിൽ പോവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നതിലൂടെയാണ് ഫ്രണ്ട്ഷിപ്സ് ക്രിയേറ്റ് ആവുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രശ്നമല്ല, ഇൻ്റർവ്യൂവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു 1-sided കോൺവെർസേഷനാണ്. ചോദ്യം ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നു. അത് ശരിയാണോ തെറ്റാണോ അല്ലെ നമ്മുടെ അഭിപ്രായം ഒന്നും പറയുന്നില്ല അതിനകത്ത്. പക്ഷെ പോഡ്കാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഓപ്പൺ ആവാം. അതെ, നമുക്ക് സമയം ലിമിറ്റില്ല, നമുക്കിത് എൻ്റർടൈനിങ് ആക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഇപ്പം നീ തമാശ പറഞ്ഞ് ഇത് ഉടനെ കുറേ ടാസ്കുകൾ തന്ന് അത് അതിലൂടെ വൈറലാക്കണം. കാരണം എനിക്ക് വൈറലാവണ്ടേ ഇത്. എനിക്കിതിപ്പം ആരും കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് വ്ളോഗാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, അറിയാമല്ലോ. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതിനോട് അത്രത്തോളം ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടോണ്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് സന്ദീപിനെയും വേറൊരു തലത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതെ, അത് ഞാൻ ശരിയാട്ടോ, ഇതൊരു സംഭവം അല്ലേ. ഞാൻ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇതായിപ്പോവും, അതായത് എന്താ മൈൻഡ് ടയേർഡായിപ്പോവും. ഇത് ഭയങ്കര റിഫ്രഷിങ് ആണ്. ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഇപ്പൊ എത്ര നേരം ഉണ്ടോ എനിക്കറിയില്ല, പക്ഷെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല. എന്റെ ക്യാമറമാൻ വരെ പോയി അവിടെ ആരുമില്ല, ക്യാമറ ഇരുന്ന് ഓടുക. അപ്പൊ അത് ഇപ്പോഴും എനിക്ക് ഇനിയും സംസാരിക്കാം. അതാണ് ശരിക്കൊരു നല്ല ഒരു കോൺവെർസേഷൻ. അതെ, അപ്പോൾ ഇതൊരു 10 പേരാണ് ഇത് മൊത്തം കാണുന്നത് വിചാരിച്ചോ. ആ 10 പേർക്ക് നമ്മളെ രണ്ടുപേരെ കുറിച്ചും ഒരു ഗഹനമായിട്ടുള്ള, ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും സന്ദീപ് എന്നൊരു വ്യക്തിയെ അവർക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദിലീപേട്ടൻ വന്നപ്പോൾ ദിലീപേട്ടന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ. പക്ഷേ ദിലീപേട്ടൻ ഒരു പരിധി വരെയൊക്കെ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമാണ് ദിലീപേട്ടൻ വരികയാണെങ്കിൽ ആ പോഡ്കാസ്റ്റ് ഈസ് ഗോണ ബി ലെജൻഡറി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ഇപ്പോൾ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ആയി. സന്ദീപിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. മഞ്ജു ചേച്ചി ത്രൂ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ കോഫി കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഹോളിഡേ ഇന്നിൽ വെച്ചാണോ ലാസ്റ്റ്, അതല്ലേ മഞ്ജു ചേച്ചി എന്നെ വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐസ് ബ്രേക്കർ അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്ത് വേണോ സംസാരിക്കാം. കാരണം ഇപ്പം എനിക്ക് ആക്ടിങ് കരിയറിനെ കുറിച്ച് അറിയാം, എനിക്ക് ഫാമിലിയെ കുറിച്ച് അറിയാം, എനിക്ക് പല പല കാര്യങ്ങളിൽ നിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും എനിക്കറിയാം. അപ്പോൾ ഇറ്റ് ഹാസ് മെയ്ഡ് അസ് ക്ലോസർ. അപ്പോൾ അത് മ്യൂച്വലി ഇത് പൂർത്തിയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലോട്ടും അതെത്തും ഒരു പരിധി വരെ. അതാണ് എപ്പോഴും ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു ഇത്. പിന്നെ കാണാം ഇപ്പൊ കാലെടുത്ത് വെച്ച് കംഫർട്ടബിൾ ആയില്ലേ. അതെ, കംഫർട്ടബിൾ. ഇതാണ് എനിക്ക് റെസ്റ്റ്ലെസ് നേച്ചറുണ്ട്. എനിക്ക് ഒരിടത്ത് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിമാലയൻ ടാസ്ക് ആണ്. അപ്പോൾ അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് ഒന്ന് സ്മൂത്ത് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോഡ്കാസ്റ്റ് കൾച്ചറാണ് ഇനി കേരളത്തിലോട്ട് വരാൻ പോകുന്നത്. കാരണം പുറത്തൊക്കെ അത് ഭയങ്കര വേറെ ലെവലിൽ ഇംപ്ലിമെന്റഡ് ആണ്. അതെ, എനിക്ക് തോന്നുന്നു ഇത് വർക്കാവും ഈ ഒരു സംഭവം. ഇത് ഭയങ്കര കംഫർട്ടബിളാ ഈ ഒരു പരിപാടി. മറ്റേത് ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല. കാര്യം ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ പോകുമ്പോൾ ഒരു സാധനമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോദിക്കുന്നത്. അതായത് ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നമ്മൾ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഹർത്താളും വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. നമ്മൾ ഓക്കെ ഇത് പറഞ്ഞ് ഇതാവും. പുതിയ ഒന്നും സംസാരിക്കാൻ ഇല്ലാത്ത പോലെ. അപ്പൊ നമ്മളൊരു പണി എടുക്കുന്ന പോലെ ഇരിക്കും. അതായത് നമ്മൾ സംസാരിക്കുന്നത് ഒരു പണിയായി മാറും. ഓക്കെ, എന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇതില് സിനിമയുടെ കാര്യം നമ്മൾ ആകോടെ ഒരു 10 മിനിറ്റ് പറഞ്ഞെങ്കിലായി. അതെ, അത് ഭയങ്കര രസമാണ്. പിന്നെ എന്താ പറയാ, ഏതൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ എനർജി, അയാളുടെ ഇതുപോലെ അല്ല അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. എന്തോ നീ ചോദിച്ചോണ്ടിരിക്കുക. ഇത് പിന്നെ ഭയങ്കര റോ ആയോണ്ട് ഇപ്പം ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വന്നെന്ന് വരില്ല. ആ സിനിമയുടെ കാര്യവും ഞാൻ ചോദിക്കാൻ വന്ന സ്ലിപ്പായി പോയ കാര്യം അതാണ് ഒറിജിനൽ. നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ പോകത്തില്ലേ. തീർച്ചയായിട്ടും അതാണ് ആ റോനെസ്. അതാണ് ഇതിനെ ഒറിജിനൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ആ ഒറിജിനാലിറ്റിയാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ വ്ളോഗുകളായാലും ഞാൻ അത് കീപ്പ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ജെനുവിനെസ്സിനാണ് റിവാർഡ്. ജെനുവിനെസ് ആഗ്രഹിക്കും ആൾക്കാർ. ഇത്രയും കാര്യങ്ങളും ഇത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള ഹൈ എനർജി എൻ്റർടൈനിങ് ക്യൂറേറ്റഡ് കണ്ടന്റിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒറിജിനാലിറ്റി വരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി. എല്ലാവരും നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിൽ കുറച്ചും കൂടി ഇഷ്ടം തോന്നുമായിരിക്കും. അതെ, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. എവിടെയൊക്കെയോ നമുക്ക് ഇത്രയും കാര്യം പറഞ്ഞതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർ കണക്ട് ചെയ്യും. അത് അവർ പറയുകയും ചെയ്യും കമന്റില്. ഇതിപ്പോ എനിക്കറിയില്ല, നമുക്ക് ഓരോ പോഡ്കാസ്റ്റ് എടുക്കുമ്പോഴത് എത്ര പേര് കാണുമെന്നോ പോലും അറിയില്ല. പക്ഷെ നമ്മളൊരു സന്തോഷത്തിന്റെ പേരിലങ്ങ് ഇടുക. ഇപ്പോ എനിക്ക് സന്ദീപിനെ വേറെ ലെവലിൽ എനിക്ക് മനസ്സിലായപ്പോ ഐ ആം ഫീലിംഗ് റിയലി ഗുഡ്. രാവിലെ 2.5 മണിക്കൂർ ബിബിൻ ജോർജുമായിട്ട് സംസാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അതാണെടാ എനിക്ക് മനസ്സിലാവാത്തത്. കാരണം പുതിയ പുതിയ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴുള്ള ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നീ പറഞ്ഞില്ലേ, പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് മടുപ്പ് വരാറില്ല. എത്ര ഹെക്റ്റിക് ആണെങ്കിലും നമ്മളത് ചെയ്യും, ഇഷ്ടമുള്ളതുകൊണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നത്, പരിചയപ്പെടുന്നതും ഒക്കെ. അത് സംഭവം അടിപൊളി, ഭയങ്കര രസമാണ്. പുതിയ പുതിയ ആൾക്കാരോട് സംസാരിക്കാനാണ് പാട്. എങ്ങനത്തെ ആൾക്കാരാണ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ, ഇൻഹിബിഷൻസ് ഇല്ല. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് വിളിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരു നേച്ചർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വിളിക്കാം, സംസാരിക്കാം. ഒരു പരിചയമില്ലാത്ത ആളോട് വിളിച്ചിരുത്തിയിട്ട് ഇത്രയും നേരം സംസാരിക്കുക, അയാൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാലൻ്റ് അല്ല, ഒരു എന്താ പറയാ, ഉള്ളിലുള്ളൊരു ഇതാണ്, ഒരു ഉൾവിളി, ബിഹേവിയർ. എന്താ പറയുന്നത്, ഒരു മനുഷ്യന്റെ ഒരു ഇതാണ്. എല്ലാവർക്കും ഇല്ല, അത് മാത്രം അറിയാം. അടിപൊളി. എടാ എത്ര നേരം, ഞാൻ ഒന്ന് വെറുതെ ചോദിച്ചോളൂ, ഒരു ഊഹം പറ, എത്ര നേരമായിക്കണം നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 1.5-2 മണിക്കൂറായിക്കണോ? എത്രയാടാ? ഓ ഉണ്ടോ, 2 മണിക്കൂർ ആവണം. ആലോചിക്കണേ, 2 മണിക്കൂർ ഒരു സിനിമ ഒരു സിനിമ ഉണ്ടാക്കിയത്. അതെ, ഞാൻ സമയം നോക്കൂല. ഇതിലിരിക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് എത്രത്തോളം പോവാൻ പറ്റുമോ അതാണ്. അതെ. അപ്പോൾ എനിക്ക് മഞ്ജു ചേച്ചിയുടെ അടുത്ത് ഭയങ്കര ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം മഞ്ജു ചേച്ചിയുടെ അവൻ്റെ അടുത്ത് സംസാരിക്കും, അവൻ അങ്ങനെ അധികം ഓപ്പൺ അപ്പ് ആവാറില്ല. അതാണ് ചേച്ചി പറഞ്ഞത്. അപ്പം അങ്ങനെ അധികം ഓപ്പൺ അപ്പ് ആയി എല്ലാമൊന്നും എല്ലായിടത്തും പറയാറില്ല. പക്ഷേ നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും എന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയാം ചേച്ചി, നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ചേച്ചി ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു തന്നു നിൻ്റെ അടുത്ത്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്തായാലും ഒരുപാട് സന്തോഷോടാ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ പടക്കളം, അത് ഇതെങ്കിലും ഇത്രയും കൂടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാത്ത പോലെ. പടക്കളം മൂവി ഇൻ തിയേറ്റേഴ്സ് നൗ. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതിൻ്റെ ട്രെയിലർ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും മിക്കവാറും വ്ളോഗ് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ ജെന്യുവിൻ അഭിപ്രായം മനസ്സിലായി കാണും. അപ്പോൾ അതിന് കാണാതെ ഇത് കേൾക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സന്ദീപെ, ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള മൂവി കരിയറിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എൻ്റെ എല്ലാ പടം FDFS പോയി കാണണം. എന്റെ മാക്സിമം ശ്രമിക്കണം. നീ കാണുന്നുണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ജനവിഭാഗം മാക്സിമം ശ്രമിക്കും. ജിംഖാന ഞാൻ ഫസ്റ്റ് ഷോ എന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നാളെ തന്നെ ഞാൻ പോയി കാണാം, ഒരു സംശയം വേണം. എന്നിട്ട് കഴിഞ്ഞിട്ട് വിളിക്കും, നല്ല അഭിപ്രായം പറയും. ഇനി അടുത്ത പ്രാവശ്യം പോഡ്കാസ്റ്റിന് വരുമ്പോൾ വേറെ സെറ്റായിരിക്കും. ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു കോൺസെപ്റ്റ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു റെട്രോ ഫീല് തരുന്ന രീതിയിലുള്ള, കുറച്ചുകൂടെ എന്ന് പറഞ്ഞൊരു ഹോംലി ഫീല് തരുന്നതാണ്. ഇത് എൻ്റെ ഒരു ടേസ്റ്റ് അല്ല ബേസിക്കലി. ഇത് എന്താ പറയുക, ഇത് പെട്ടെന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്യണമെന്നുള്ള ഇതിൽ ദിലീപേട്ടനെ നാളെ കിട്ടി. അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യണമെന്നുള്ള ഇതിൽ സെറ്റ് പെട്ടെന്ന് നമ്മളെ ടീമുകൾ സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തിലുള്ളൊരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏതാണ്ട ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ ആയിരിക്കൂല ബേസിക്കലി. അപ്പോൾ നേർക്ക് നേരെ നമ്മളിരുന്ന് സംസാരിക്കാം. ഇത് ഭയങ്കര ഫൺ. പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഐ കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുമോ, എത്രത്തോളം കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ കോൺവെർസേഷൻസ് റിയൽ ആക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. ഇത് കുറച്ചുകൂടെ ഒരു ഇന്റർവ്യൂ മോഡിന്റെ ഒരു പിടുത്തമാണിത്. കാരണം സൈഡ് ആംഗിള് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പൊ ക്യാമറയ്ക്ക് അവിടെ നേരട്ടായിട്ടിട്ട്, മറ്റതില് നമുക്കാണ് ഇമ്പോർട്ടൻസ്. ക്യാമറ സൈഡിൽ ഉണ്ടെന്നേ ഉള്ളൂ, കോൺവെർസേഷൻ ആണ് ഇമ്പോർട്ടൻസ്. അല്ല, നല്ല രസം, നല്ല കംഫർട്ടബിൾ അല്ലേ? അത് പിടിച്ചു. അതെ, ആ ഒരു വൈബ് നമ്മൾ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മൂവിയിൽ നായകനായിട്ട് ഉടനെ തന്നെ വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. സന്ദീപിന്റെ ഡ്രീമിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കണം. നമ്മുടെ ടാഗ് ലൈനും അതാണ്, ഡെയർ ടു ഡ്രീം. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക. അങ്ങനെ ധൈര്യപ്പെട്ടവരാണ് ആ സീറ്റിൽ വന്നിരിക്കുന്നത്. താങ്ക് യു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അൺലീഷും ആക്കി വിടാറുണ്ട് അവരെ.
ഇപ്പൊ അൺലീഷ് ആയില്ലേ? ആയി. അതെ. ഓക്കെ, പിന്നെ ഇത് സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ് എന്ന് വേണ്ട ഗാന, സാവൻ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിന്റെ ഓഡിയോ അവൈലബിൾ ആണ്. ഓ, അപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റേഡിയോ കേൾക്കുന്നത് പോലെ ഇത് ഇടാം. അല്ലെങ്കിൽ രാവിലെ ജോഗിങ്ങിനൊക്കെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ചെവിയിലെടുത്ത് വെച്ചിട്ട് കേൾക്കുക. അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത്. ഈ കൾച്ചർ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മനസ്സിലായി. അപ്പൊ ഇതെങ്ങനെയാണ് സ്പോട്ടിഫൈയിൽ എന്താ സെർച്ച് ചെയ്യാതെ? കാർത്തിക് സൂര്യ അൺലീഷ്ഡ് എന്ന് അടിച്ചാൽ മതി. ആണോ? ഓക്കെ. കാർത്തിക് സൂര്യ അൺലീഷ്ഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോ ഇല്ല, അല്ല ഓഡിയോ മാത്രം. ഹൈ ക്വാളിറ്റി ക്രിസ്പി ഓഡിയോ ആണ്. നമ്മൾ തന്നെ എനിക്ക് ഇത്ര കിടില സൗണ്ട് ആയിരുന്നു എന്ന് തോന്നിപ്പോൾ രീതിക്കുള്ള ഓഡിയോ കിട്ടും. യൂട്യൂബിൽ വീഡിയോ കാണണം, എക്സ്പ്രഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യൂട്യൂബിൽ കാണാം. അടിപൊളി, നല്ല പരിപാടി. താങ്ക് യു. അപ്പോൾ പൊളിക്ക്. താങ്ക് യു സോ മച്ച് ഡാ. ഓക്കെ മച്ചാ, പൊളിക്ക്. ബൈ ബൈ ഗൈസ്.